ഞാൻ ട്യൂൺ മൂളി കൊടുക്കുന്നത് അനുസരിച്ചിട്ട് ചേട്ടൻ എഴുതി ഒരു ഫെയർ കോപ്പി എഴുതി തന്നു എനിക്ക്. അതുമായിട്ടാണ് ഞാൻ ആഷിക്ക് തിരിച്ചു വരുന്നത്. ഞാനും ആഷിക്കും കൂടെയാണ് ഗിരീഷ് ചേട്ടനെ കാലിക്കറ്റിൽ കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. മഹാരാജാസ് കോളേജിൽ ഞാൻ എത്തിപ്പെടുമ്പോൾ എന്നെ പോലെ തന്നെ സിനിമയിൽ എത്തിപ്പെടണം, അല്ലെങ്കിൽ സിനിമയിലെ അതായത് മലയാള സിനിമയുടെ ഒരു ഭാഗമായിട്ട് മാറണം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ മഹാരാജാസ് കോളേജിൽ ഉണ്ടായിരുന്നു. പിന്നെ വിജുഷ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ മൊഹറ, തൂ ചീസ് ബഡി ഹേ മസ്ത്, അതുപോലെ തന്നെ ഗുപ്ത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത പടമാണ്. എന്റെ എല്ലാം അല്ലേ. അതിലെനിക്ക് തോന്നുന്നു വിദ്യാസാഗർ സാറും ഗിരീഷ് ഏട്ടനും കൂടി ഒരു മത്സരം പോലത്തെ, അതായത് ആര് ട്യൂൺ ഇടുന്നതിനനുസരിച്ച് ഓൺ ദി സ്പോട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള ചില AR റഹ്മാൻ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ മലയാളത്തിലേക്ക്, സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലേക്കും അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ജോണറുകളിലുള്ള പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരാളാണ്. ആരാണ് ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ലൈഫിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, അത് ലാൽ ജോസ് ചേട്ടനാണ്. ഞാൻ ഇങ്ങനെ തന്നെയാണ് ചോദിച്ചത് ശരത്തേട്ടൻ. ആ പാട്ട് കേൾക്കുമ്പോൾ പലപ്പോഴും ഈ ചെന്നൈയിൽ നിന്നൊക്കെ വരുന്ന പാട്ടുകളുടെ ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ. അപ്പോൾ ശരത്തേട്ടൻ്റെ ഒരു തമാശ കലർന്ന രീതിയിൽ അത് ഞങ്ങളെല്ലാവരും ചെന്നൈയിൽ തന്നെയല്ലേ ഉള്ളത്. ഡീപ് ഡൈവിൽ ഇന്ന് നമ്മോടൊപ്പം മ്യൂസിക് കമ്പോസർ അഫ്സൽ യൂസഫ്. ഇക്ക നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഇക്കയുടെ മെലഡികളെ കുറിച്ച് പറഞ്ഞു തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇക്കയോട് എനിക്കുള്ള ഏറ്റവും വലിയ സ്നേഹം, ഇക്ക ഏറ്റവും നല്ല മെലഡികൾ ചെയ്യും എന്നുള്ളതാണ് ഇക്കയോടുള്ള സ്നേഹം. അപ്പോൾ ഇല്ലാത്താലം എന്നുള്ള പാട്ടെടുത്തിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ വാഹിദ എന്നുള്ള പാട്ടെടുത്തിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ എരിവെയിൽ പോലെയുള്ള പാട്ടുകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലൊക്കെ കിടിലം മെലഡികളാണ്. അപ്പോൾ ഇക്കയുടെ മെലഡി കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. ഇക്ക എങ്ങനെ മെലഡികൾ ഉണ്ടാക്കുന്നത് ഇത്രയും ഗംഭീരമായിട്ട്? അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു മെലഡിയുടെ ആസ്വാദകനാണെന്നുള്ളതാണ്. അതായത് മെലോഡിയസ് സോങ്സ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, നമ്മൾ എല്ലാ പാട്ടുകളും കേൾക്കാറുണ്ട്, എല്ലാ ജോണറും കേൾക്കാറുണ്ട്, എല്ലാ ടൈപ്പ് പാട്ടുകളും നമ്മൾ എൻജോയ് ചെയ്യാറുണ്ട്. പക്ഷെ ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള ചില പേഴ്സണൽ ചോയ്സ് എന്നൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ പേഴ്സണൽ എന്താ പറയുക ഇഷ്ടങ്ങൾ എന്നുണ്ടല്ലോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു ഇതിലേക്ക് വരുമ്പോൾ എനിക്ക് എല്ലാത്തിനേക്കാൾ കൂടുതൽ എനിക്ക് ഈ മെലഡി അല്ലെങ്കിൽ മെലോഡിയസ് ആയിട്ടുള്ള സോങ്സ് ഞാൻ നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ അത്തരം പാട്ടുകൾ ചെയ്യാനുള്ള ഒരു താല്പര്യവും പിന്നെ അങ്ങനത്തെ പാട്ടുകൾ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അത് മറ്റുള്ള ആൾക്കാർക്കും കൂടെ കുഴപ്പമില്ലാന്ന് തോന്നിയത് എന്ന് ഞാൻ പറഞ്ഞതാണ്. ഇക്കയുടെ ഒരു എന്താ പറയുക, മലയാളികളുടെ അടുത്തേക്ക് ഇക്കയുടെ ഒരു വരവറിയിച്ച പാട്ട് വസന്തം പോലെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതും ഒരു ഗംഭീര മെലഡിയാണ്. വസന്തം പോലെയിലേക്ക് വന്ന കഥ പറഞ്ഞ് നമുക്ക് ഇനി ബാക്കിയുള്ള പാട്ടുകളിലേക്ക് പോകുന്നു. പക്ഷെ എന്താണെന്നറിയോ, തുടക്കത്തിൽ ഇക്ക തന്ന ഒരു മുത്താണ് ആ പാട്ട്. അപ്പം അതിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാരാജാസ് കോളേജിൽ ഞാൻ എത്തിപ്പെടുമ്പോൾ എന്നെ പോലെ തന്നെ സിനിമയിൽ എത്തിപ്പെടണം, അല്ലെങ്കിൽ സിനിമയിലെ അതായത് മലയാള സിനിമയുടെ ഒരു ഭാഗമായിട്ട് മാറണം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ മഹാരാജാസ് കോളേജിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആഷിഖ് അബു, പിന്നെ ആ കാലത്ത് തന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അൻവർ റഷീദ്, അതുപോലെ തന്നെ എന്താ പറയുന്നത് കുറച്ച് അതുപോലെയുള്ള കുറച്ച് ആൾക്കാർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ അന്നത്തെ കാലത്ത് ഈ പറയുന്ന പോലെ നമ്മുടെ പ്രൊഡ്യൂസേഴ്സായിട്ട് ഇന്ന് മാറിയിട്ടുള്ള, അതായത് വാഴ 2 അതുപോലെയുള്ള പടങ്ങളിലൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള പ്രൊഡക്ഷൻ സൈഡിലുള്ള ഹാരിസ് ദേശം, അനീഷ്, ഇവരൊക്കെ ഞങ്ങൾ ഒരേ സമയത്ത് മഹാരാജാസിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. എനിക്ക് തോന്നുന്നത് ഭാരത് മാതയിലും അല്ലേ? അതായത് ശരിക്കും പറഞ്ഞ പ്രീ ഡിഗ്രി സെന്റ് പോൾസ്, ഡിഗ്രി ഭാരത് മാത, അത് കഴിഞ്ഞ് PG ചെയ്യേണ്ട സമയത്താണ് മഹാരാജാസ് കോളേജിൽ BA മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വാർത്ത കേട്ടത്. അപ്പൊ ഞാൻ ഭാരത് മാത കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് എനിക്ക് BA മ്യൂസിക് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് അങ്ങനെ ഒരു കോഴ്സ് ചെയ്യണമെങ്കിൽ നമ്മൾ, അതായത് BA മ്യൂസിക് ആയിട്ട് തന്നെ ചെയ്യണമായിരുന്നെങ്കിൽ നമ്മൾ ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലൊക്കെ പാലക്കാടൊക്കെ പോയി നിൽക്കണമായിരുന്നു. അപ്പം ഞാൻ മറ്റുള്ള പല കാര്യത്തിലും ഇൻവോൾവ് ആയത് കാരണം കൊണ്ട് എനിക്ക് എറണാകുളം വിട്ടുപോകാൻ പൊതുവെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് അവൈലബിൾ ആയിരുന്ന എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഭാരത് മാത കോളേജിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത് ഞാൻ എന്താ പറഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് എന്നുള്ള രീതിയിൽ ഞാനത് പഠിച്ചു. ഞാൻ ഫൈനൽ ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 1999 ഫൈനൽ ഇയർ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ PGക്ക് അവിടെ ചേരണമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് BA മ്യൂസിക് മഹാരാജാസ് കോളേജിൽ വരുന്നുണ്ടെന്നൊരു വാർത്ത കേൾക്കുന്നത്. അന്വേഷിക്കുന്നു. തീർച്ചയായിട്ടും എനിക്ക് അതിനു മുമ്പ് മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ള കാര്യം മഹാരാജാസിലെ എല്ലാ ആളുകൾക്ക് അറിയാമായിരുന്നു. പ്രത്യേകിച്ച് 1999 MG യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ വിന്നറൊക്കെ ആയിരുന്നു ആ സമയത്ത്.
അപ്പം അതുകൊണ്ട് തന്നെ എന്നെ അവിടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വരാൻ പറഞ്ഞു. ഉം. അന്ന് എനിക്ക് തോന്നുന്നു മാലിനി ഹരിഹരൻ എന്ന് പറഞ്ഞിട്ടുള്ള മിസ്, എനിക്ക് തോന്നുന്നു മിസ് ആ സമയത്ത് എനിക്ക് തോന്നുന്നു കാലടിയിലാണ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ അന്ന് ഞങ്ങളെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടി പുറത്തുനിന്നുള്ള ആളുകളായിരിക്കുമല്ലോ വരുന്നത്. അതെ അതെ. അപ്പം അതുകൊണ്ട് മിസ്സായിരുന്നു എന്നെ നോക്കി എന്താ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടി മിസ്സായിരുന്നു ഇരുന്നിരുന്നത്. എന്നോട് പാടാൻ പറഞ്ഞു, ഞാൻ പാടി, മിസ് സെലക്ട് ചെയ്തു. അന്ന് പാടിയ പാട്ട് ഓർമ്മയുണ്ട്? ഏത് പാട്ടാ പാടിയെന്ന്? എനിക്ക് തോന്നുന്നു എന്നോട് ഏതോ ഒരു കർണാട്ടിക് കൃതി ഏതെങ്കിലും അറിയാമെങ്കിൽ പാടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് എനിക്ക് തോന്നുന്നു മറ്റേ മാമ വധുശ്രീ സരസ്വതിയോ ഏതോ ഒന്ന് പാടിയെന്ന് തോന്നുന്നു. എനിക്ക് നല്ല ഓർമ്മയില്ല. അപ്പം അത് പാടിയപ്പോഴത്തേക്കും മിസ് പറഞ്ഞു ഓക്കെ, എനിക്ക് അങ്ങനെ സെലക്ഷൻ കിട്ടി. ആദ്യത്തെ ബാച്ചാണ് കേട്ടോ, അതായത് മഹാരാജാസിലെ ആദ്യത്തെ BA മ്യൂസിക് ബാച്ച്. ആദ്യത്തെ BA മ്യൂസിക് ബാച്ച്, അതായത് മഹാരാജാസിലെ BA മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ബാച്ചിലെ ആളാണ് ഞാൻ. അങ്ങനെയാണ് ഇവരൊക്കെ ആയിട്ട് ഇപ്പൊ ആഷിഖ് അബു, അൻവർ റഷീദ്, ഹാരിസിക്ക അങ്ങനെയുള്ള അങ്ങനെ ഒരു കമ്പനി വരുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ വരുന്ന സമയത്ത് ഇവരെല്ലാവരും ഡിഗ്രിക്കും PGക്കും ആയിട്ട് പല സമയത്ത് അവിടെ പഠിക്കുന്നുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് ഞാൻ മഹാരാജാസ് കോളേജിലേക്ക് വരുന്ന സമയത്ത് ഞാനൊരു കീബോർഡ് പ്രോഗ്രാമർ എന്നുള്ള അതായത് ഒരു കീബോർഡ് ആർട്ടിസ്റ്റ് എന്നുള്ളൊരു പേരും കൂടി എനിക്കുണ്ട്. അപ്പൊ അത് ഇവർക്ക് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ മഹാരാജാസിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഫങ്ഷൻസ് അല്ലെങ്കിൽ മഹാരാജാസിന്റെ യൂത്ത് ഫെസ്റ്റിവൽ റിലേറ്റഡ് ആയിട്ടുള്ള MG യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ കോമ്പറ്റീഷൻസ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ തന്നെയാണ് പലപ്പോഴും ഞാൻ തന്നെയാണ് നിൽക്കാറുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ആഷിക്കുമായിട്ടാണെങ്കിൽ, ആഷിക്ക് ആ സമയത്ത് ഞാൻ വരുന്ന വർഷം അവിടുത്തെ ചെയർമാനായിരുന്നു. എനിക്ക് എല്ലാവരുമായിട്ടും പരിചയം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ എല്ലാവരുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും സിനിമയിൽ എത്തിപ്പെടുക എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആഷിക്ക് ആദ്യം ഒരു ടെലിഫിലിം ചെയ്തു. അന്ന് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഞാനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൈരളിയിൽ അത് കൈരളി ചാനലിൽ അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ വിചാരിച്ചു ഓക്കെ, ഒരു കാര്യം ചെയ്യാം, എന്തെങ്കിലും ഒരു മ്യൂസിക് വീഡിയോ ചെയ്യാം. അപ്പം മ്യൂസിക് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പാട്ട് ആദ്യം ഉണ്ടാവണം, എന്നിട്ട് അതിനെയാണല്ലോ മ്യൂസിക് വീഡിയോ ആക്കി മാറ്റാൻ പറ്റുള്ളൂ എന്തായാലും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിന്തയായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ കുറച്ച് നല്ല ആൾക്കാരെ അതിലേക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിനെന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും തോന്നിയിരുന്നു. അപ്പോൾ എൻ്റെ ഡിസ്റ്റന്റ് റിലേറ്റീവാണ് ഫാസിൽ അങ്കിൾ, ഫഹദിന്റെ ഫാദർ. അപ്പോൾ ഞാൻ ഫാസിൽ അങ്കിളിനെ വിളിച്ചപ്പോൾ അങ്കിൾ പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ട്യൂണെല്ലാം റെഡിയാവുന്ന സമയത്ത് നിനക്ക് ആരെ കൊണ്ടാണോ ലിറിക് എഴുതിപ്പിക്കേണ്ടത് അവരുമായിട്ട് ഞാൻ സംസാരിപ്പിച്ചോളാം, അല്ലെങ്കിൽ ഞാൻ സംസാരിച്ചോളാം, അല്ലെങ്കിൽ എൻ്റെ മാനേജർ ആരെങ്കിലും സംസാരിച്ചോളും, അപ്പോൾ എന്നോട് വിളിച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ വസന്തം പോലെ എഴുതാൻ വേണ്ടിയിട്ട് ഗിരീഷ് ചേട്ടനെ കൊണ്ട് എഴുതിക്കണം എന്നാണ് ഞാൻ അങ്കിളിന്റെ അടുത്ത് പറഞ്ഞത്. അങ്കിൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അങ്കിൾ പറഞ്ഞു ഓക്കെ, ഞാനത് അറേഞ്ച് ചെയ്തേക്കാം. എന്നിട്ട് ബാബു ഷാഹിർ, അതായത് ഫാസിൽ അങ്കിളിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ, അതായത് ഫാസിൽ അങ്കിളിന്റെ പടങ്ങളുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ആയിട്ട് ബാബുക്കയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, സൗബിന്റെ ഫാദർ. അപ്പോൾ ബാബുക്ക ഗിരീഷ് ചേട്ടനെ വിളിച്ച് പറയുന്നു, ഫാസിൽ അങ്കിൾ പറഞ്ഞിട്ടാണ് വിളിക്കുന്നതെന്ന് പറയുന്നു. ഞാൻ അതിന്റെ പുറകെ തന്നെ ഫാസിൽ അങ്കിൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഗിരീഷ് ചേട്ടൻ്റെ അടുത്ത് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, പുള്ളിയെ വിളിച്ചോളാൻ പറഞ്ഞു. അപ്പം ഞാൻ ഗിരീഷ് ചേട്ടനെ വിളിച്ചു. ഗിരീഷ് ചേട്ടൻ വിളിച്ച് പറഞ്ഞു നീ പാച്ചിക്കയുടെ റിലേറ്റീവ് ആണല്ലേ, ഓക്കെ കുഴപ്പമൊന്നുമില്ല, ഒരു കാര്യം ചെയ്യൂ, നീ ട്യൂണൊക്കെ ആയിട്ട് നീ നേരെ പോര്, നീ കാലിക്കറ്റ് വരുന്ന സമയത്ത് എനിക്ക് ഓരോ വരിയായിട്ട് എനിക്ക് അതായത് ആ ഓരോ വരിക്ക് ആവശ്യമായിട്ടുള്ള ട്യൂൺ എനിക്ക് പാടി തന്നാൽ മതി, അപ്പൊ തന്നെ എഴുതരാം, നീ പോകുന്ന സമയത്ത് നിനക്ക് ലിറിക്കുമായിട്ട് തിരിച്ചു പോകാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പാടി കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഗിരീഷ് ചേട്ടൻ എഴുതിയിട്ടുള്ളതാണ് ഈ വസന്തം പോലെ എന്ന് പറയുന്ന പാട്ട്. അതെ, അതായത് ഇപ്പൊ ഞാനിപ്പോ പാടുകയാണ് ഓക്കെ വസന്തം പോലെ, കാരണം ഗിരീഷ് ചേട്ടനും അത്യാവശ്യം പാടാനുള്ള ഒരു കഴിവുണ്ടല്ലോ. ഗിരീഷ് ചേട്ടൻ പാടും അത്യാവശ്യം നന്നായിട്ട്. ഗിരീഷ് ചേട്ടൻ, കൈതപ്പുറം തിരുമേനി, ഇവരെല്ലാവരും നന്നായിട്ട് പാടുന്ന ആളുകളാണ്. അപ്പോൾ ഗിരീഷ് ചേട്ടൻ അങ്ങനെ പാടിക്കൊണ്ട് തന്നെയാണ് ഞാൻ ട്യൂൺ മൂളി കൊടുക്കുന്നത് അനുസരിച്ചിട്ട് ചേട്ടൻ എഴുതി ഒരു ഫെയർ കോപ്പി എഴുതി തന്നു എനിക്ക്. അതുമായിട്ടാണ് ഞാൻ ആഷിക്ക് തിരിച്ചു വരുന്നത്. ഞാനും ആഷിക്കും കൂടെയാണ് ഗിരീഷ് ചേട്ടനെ കാലിക്കറ്റിൽ കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. അത് സത്യം പറഞ്ഞില്ല ആ പാട്ട്, അതായത് ഇപ്പോൾ ഒരു 25 വയസ്സോ അല്ലെങ്കിൽ ഒരു 35 വയസ്സോ അല്ലെങ്കിൽ അതിന്റെ തൊട്ട് മുകളിൽ 40 വയസ്സിലേക്കുള്ള ആൾക്കാരുടെയൊക്കെ ഒരു കോളേജ് സ്കൂൾ ഓർമ്മ കൂടിയാണ് ആ പാട്ടെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ? തീർച്ചയായിട്ടും. സ്കൂളിൽ പോയിട്ട് നേരെ വീട്ടിലേക്ക് ഓടി വരും ഈ പാട്ടുകളൊക്കെ ഉള്ള പ്രോഗ്രാം കാണാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയ ഓർമ്മയും അത് പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത്. ഗിരീഷ് ചേട്ടന്റെ ഇങ്ങനത്തെ ഒരു സ്കില്ലിനെ കുറിച്ചിട്ട്, അതായത് ഓൺ ദ സ്പോട്ട് പെട്ടെന്ന് എഴുതുന്ന ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് എല്ലാവരും
മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് എന്റെ എല്ലാം അല്ലേ, അതിലെനിക്ക് തോന്നുന്നു വിദ്യാസാഗർ സാറും ഗിരീഷ് ഏട്ടനും കൂടി ഒരു മത്സരം പോലത്തെ, അതായത് ആര് ട്യൂൺ ഇടുന്നതിനനുസരിച്ച് ഓൺ ദി സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിലുള്ള ചില എന്താ പറഞ്ഞത് രസകരമായിട്ടുള്ള സംഭവങ്ങൾ ആ കമ്പോസിംഗ് സെഷനിൽ ഉണ്ടായതായിട്ട് ലാൽ ജോസ് ഏട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് മൂന്നാറിലും കണ്ടായിരുന്നു. അതുകൊണ്ടാണ് മൂന്നാറിലെ മൂവന്തിയിൽ മുത്താരമായി മാറാം, അത് എന്റെ എല്ലാം അല്ലേ ട്യൂൺ ഇട്ടപ്പോഴേ തന്നെ ഗിരീഷ് ഏട്ടൻ എഴുതിയിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. ഓ ബ്രില്യൻസ് അല്ലേ. അതെങ്ങനെയാണ് അങ്ങനെ വരുന്നത്? ശരിക്കും പറഞ്ഞാൽ ലെജൻസ് എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണെന്ന്. തീർച്ചയായിട്ടും. ആ പാട്ട് പാടിയിരിക്കുന്നത് ശ്രീനിവാസ് ഏട്ടനാണ്. അപ്പോൾ അതിന്റെ റെക്കോർഡിംഗ് എങ്ങനെയായിരുന്നു? അത് കൊച്ചിയിൽ വെച്ചാണെന്നോ അല്ലെങ്കിൽ ചെന്നൈയിലായിരുന്നു? ചെന്നൈയിലായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ശ്രീനിയേട്ടൻ, സുജാ ചേച്ചി അവരെല്ലാവരും ആ സമയത്ത് ചെന്നൈയിൽ സെറ്റിൽ ചെയ്തിരുന്നതാണ്. അവരിന്നും ചെന്നൈയിൽ തന്നെയാണ് സെറ്റിൽഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ശ്രീനിയേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, ശ്രീനിയേട്ട ഒരു ഡേറ്റ് തരികയാണെങ്കിൽ നമ്മൾ ചെന്നൈയിൽ വരാം, അങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീനിയേട്ടൻ തന്ന ഡേറ്റിൽ അത് എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 2 സോങ് റെക്കോർഡ് ചെയ്യാനുണ്ടായിരുന്നു. ആക്ച്വലി 3 സോങ് റെക്കോർഡ് ചെയ്യാനുണ്ടായിരുന്നു. അതിൽ ശ്രീനിയേട്ടന്റെ 2 പാട്ടും സുജാ ചേച്ചിയുടെ 1 പാട്ടും ഉണ്ടായിരുന്നു. ശ്രീനിയേട്ടൻ കുറച്ചുകൂടി ലേറ്റ് ആയിട്ട് എണീക്കുന്ന ഒരാളായത് കാരണം കൊണ്ട് ശ്രീനിയേട്ടന്റെ റെക്കോർഡിംഗ് സെഷൻ ഒരു ആഫ്റ്റർനൂൺ ഒരു 2 o'clock ശേഷം ഇട്ടു. സുജാ ചേച്ചി രാവിലെ വന്ന് പാടിപ്പോയി. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് 3 പാട്ട് റെക്കോർഡ് ചെയ്തിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നുണ്ടായിരുന്നത്. എന്താണല്ലേ അവരുടെയൊക്കെ ഒരു സ്നേഹവും അവരുടെയൊക്കെ ഒരു കരുതലും അല്ലേ. തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ സുജാത ചേച്ചിയെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയണം. കാരണം ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്. അന്നത്തെ എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതോ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നമ്മളിങ്ങനെ ചോദിക്കുകയും പിന്നെ ഇത്തരം ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുന്നതിലുള്ള ആ ഒരു ആവേശം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്രേസിനെസ്, അതെല്ലാം, പിന്നെ അതുപോലെ തന്നെ ചൈൽഡിഷ്നെസ്. ഇത് എന്ന് വെച്ചാൽ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഒരു അങ്ങനത്തെ ചൈൽഡിഷ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചോദിക്കാം. ഈ ഒരു എന്താ പറയുക, ഒരു മെച്ചുവേർഡ് അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചിലപ്പോ ചോദിക്കാറുണ്ട് ഒരിടത്ത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മ്യൂസിക്കിനോടുള്ള ഒരു ആവേശം കാരണം കൊണ്ട് വളരെ ക്യൂരിയസ് ആയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. ചേച്ചിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും അതുപോലെ തന്നെ എന്താ പറഞ്ഞത്, ചേച്ചിക്ക് നമ്മുടെ മ്യൂസിക്കിനോട് ചെയ്ത മ്യൂസിക്കിനോട് നല്ലൊരു എന്താ പറഞ്ഞത് കേപ്പബിലിറ്റി ഉള്ള ഒരാളാണെന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം ചേച്ചി പല സ്ഥലത്തും എൻ്റെ കാര്യം പലരോടും പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയുടെ റെഫറൻസ് എപ്പോഴും എനിക്ക് ഭയങ്കര ഒരു ഹെൽപ്പായിട്ട് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞതാണ്. എന്തായാലും ഈ പാട്ടിന്റെ പ്രോഗ്രാമിംഗ് ഈ പാട്ടിന്റെ പ്രോഗ്രാമിംഗ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ പ്രോഗ്രാമർ, കീബോർഡ് പ്രോഗ്രാമർ, പ്രൊഡ്യൂസർ എന്നൊക്കെ പറയുമ്പോഴേ ഇക്കടുത്ത് എല്ലാ കാലവും സംസാരിക്കുമ്പോൾ ഇക്ക വളരെ ആവേശത്തോടു കൂടിയും ഇക്ക ഭയങ്കര പ്രൗഡായിട്ടും പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇക്ക ഭയങ്കര സന്തോഷിച്ച് ചെയ്യുന്നൊരു ജോലിയാണ്. ആ ജോലി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റായി പോകും. അങ്ങനെ ഒരു പ്രോസസ്സാണ് പ്രോഗ്രാമിംഗ് എന്നുള്ളത്. അപ്പം ഇക്ക നല്ലൊരു പ്രോഗ്രാമറാണ്. ഇക്ക ചെയ്തതിൽ വെച്ചിട്ടേ ഇപ്പോൾ വസന്തം പോലെ ഇക്കയുടെ തന്നെ പാട്ട് പ്രോഗ്രാമിംഗ് ചെയ്തതാണ്. പക്ഷെ ഇതിനും മുന്നേ എടുത്തിട്ടുണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ടെങ്കിലും ഒക്കെ ഇക്ക ഒരുപാട് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടും പ്രോഗ്രാമിംഗ് ചെയ്തിട്ടുണ്ട്. വിജിക്ക് വേണ്ടിയിട്ട് കുറച്ച് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. മിഴിതമ്മിൽ പുണരുന്ന നേരം ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. പ്രത്യേകിച്ച് എന്റെ അനുപല്ലവി പോർഷനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രണ്ടുപേരും ഒന്ന് പാടിത്തരാമോ? കാരണം അതെന്റെ ഒരു ഫേവറേറ്റ് ആണ് പാട്ട്. എനിക്ക് ഈ ലിറിക്ക് പഠിക്കുന്ന കാര്യത്തിൽ ഞാൻ വളരെയധികം പുറകിലേക്കുള്ള ഒരാളാണ് കേട്ടോ. അപ്പോ മിഴിതമ്മിൽ പുണരുന്ന നേരം പറയാതെ അറിയുന്ന അനുരാഗം. ബാക്കി ലിറിക്ക് ഞാൻ മറന്നുപോയി ചെയ്തു. ഇത് ഞാൻ ഇതിന് മുന്നേ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ പാട്ടിനൊരു ആ പടത്തിന് മൊത്തം മിന്നാമിനി കൂട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്കികളുടെ സിനിമയാണല്ലോ. അപ്പൊ അതിന് മൊത്തത്തിലൊരു അർബൻ സൗണ്ടിങ്, ഒരു സിറ്റി, ഒരു ടൗൺ സൗണ്ടിങ് വേണം അതിന്. ഒരു അപ് ടൗൺ എന്ന് പറയുമ്പോൾ ഒരു അർബൻ സൗണ്ടിങ് വേണം. അപ്പോൾ അത് പ്രോഗ്രാമറിന്റെ മികവ് തന്നെയാണ്. അതിൻ്റെ അകത്തുള്ള എല്ലാ പാട്ടുകളും ഇപ്പൊ കടലോളം വാത്സല്യം മാത്രമുള്ള അതിൻ്റെ അകത്തൊരു മെലോഡി. കടലോളം വാത്സല്യം ഞാൻ തന്നെയാണ് പ്രോഗ്രാം ചെയ്തത്. അത് ഞാൻ പറഞ്ഞത് ഇക്കടെ തല കംപ്ലീറ്റ് ആയിട്ട് ബിജി ഏട്ടൻ ഇങ്ങനെ എടുത്തിട്ടുള്ളൊരു ആൽബമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ല, അതായത് ബിജി എന്ന് പറയുന്നത് ആ ഒരു മ്യൂസിക് ഡയറക്ടറിന് വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട് ബിജിയുടെ പാട്ട് എങ്ങനെ ഇരിക്കണം എന്നുള്ളത്. അത് ബിജി വളരെ വ്യക്തമായിട്ട് നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഏത് രീതിയിലായിരിക്കണം ബിജി ട്രീറ്റ്മെന്റ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബിജിയുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ പറയുന്ന പോലെ നമ്മളും വർക്ക് ചെയ്യുമ്പോൾ നമ്മളും ചിന്തിക്കുമല്ലോ പാട്ട് എപ്പോഴും നന്നായി വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളെല്ലാം നമ്മൾ നടത്താറുണ്ട്. ഇപ്പൊ പാലേരി മാണിക്യത്തിലെ പാലേറും നാടായ പാലേരി എന്ന് പറഞ്ഞ പാട്ട്, അത് ഒരു ദിവസം പാതിരാത്രി ഇരുന്നിട്ടാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ബിജി പറഞ്ഞു റിലീസൊക്കെ അടുക്കാറായി,
പടത്തിന്റെ ടൈറ്റിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ തുടക്ക സമയത്ത് ഇങ്ങനെ ഒരു പാട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്തും കിട്ടണം. ഇവിടെ ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും സോങ് അയച്ചു തരാം. അഫ്സൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട്. അപ്പം ബിജി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ എൻ്റേതായിട്ടുള്ള കുറച്ച് സിന്ത് എലമെന്റും കുറച്ച് ഈ അർപീജിയേറ്റർ കൈൻഡ് ഓഫ് സംഭവങ്ങളൊക്കെ അതിനകത്ത് ആഡ് ചെയ്തിട്ടപ്പോ ആ പാട്ടിൽ പാലേറുന്നാടെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം. അങ്ങനെ ചെയ്തിരുന്നു. അപ്പൊ അതാണ് ഞാനിപ്പോ പറഞ്ഞു വരുന്നത്. അപ്പൊ അത് കേട്ടപ്പോ ഉടനെ തന്നെ വിജി പറഞ്ഞു, കാരണം എന്ന് വെച്ചാൽ ഇത് കുറച്ച് പുറകിലേക്കുള്ള ഒരു കാലഘട്ടത്തിലുള്ള ഒരു സിനിമ കൂടിയാണ്. ഇതൊരു എന്താ പറഞ്ഞത്, ഒരു എനിക്ക് തോന്നുന്നു 70-കളിലോ 70-കളിലൊക്കെ 70-കളിലോ 80-കളിലോ ഉള്ള ഒരു കഥയാണ്. അപ്പോൾ അത്രയും വർഷങ്ങൾക്ക് പുറകിലേക്കുള്ള ഒരു ഇതാകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ളത് മ്യൂസിക് അവിടെ ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, മ്യൂസിക് ഡയറക്ടർക്ക് എപ്പോഴും അവരുടെ പാട്ടുകൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ളൊരു ധാരണയുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു കാര്യത്തിൽ നിന്ന് പറഞ്ഞതാണ്. മനസ്സിലായി. ഞാൻ വിചാരിച്ചേ പെട്ടെന്നേ, അതായത് ഇലക്ട്രോണിക് സൗണ്ട് ഉണ്ടാവും, പക്ഷെ അത് നമുക്ക് പോലും മനസ്സിലാവാത്ത രീതിയിൽ അതൊന്നുമല്ല. ശരിക്കും നമ്മൾ കുറച്ച് കളർ ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ച്, കുറച്ച് ആർഭാടം ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. മനസ്സിലായില്ലേ? സിനിമയിൽ ഒട്ടും കുറവ് വരുത്തുണ്ടെന്നല്ലേ. അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷെ അത് മറ്റുള്ള ആൾക്കാർക്ക് അത് ഈ അൾട്ടിമേറ്റ് ആയിട്ട് എന്ന് വെച്ചാൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സിനിമയ്ക്ക് ആവശ്യമുള്ളതാണ് സിനിമയ്ക്ക് കൊടുക്കേണ്ടത്, അല്ലാതെ അവിടെ നമുക്ക് എന്താണ് ഇഷ്ടം എന്നുള്ളതല്ല എന്നാണ് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്. വേണ്ടല്ലേ ഇക്ക. അതുപോലെ ഇപ്പോൾ പ്രോഗ്രാമിങ്ങിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോര വീണ മണ്ണിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പാട്ടാണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ മറ്റു പാട്ടുകൾ ഏതൊക്കെയാണ്? ഇപ്പൊ ഈ ചോര വീണ മണ്ണിൽ ഞാൻ പെട്ടെന്ന് ഓർത്താണ് എന്ന് പറഞ്ഞാൽ ഇക്ക പ്രോഗ്രാം ചെയ്ത മറ്റും വേറെയും ഈ ഹിറ്റ് അടിച്ച പാട്ടുകളുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ കുറച്ചെണ്ണം പറഞ്ഞു. സ്വപ്നം ഒരു ജാക്ക്, അത് അരുണയിലായിട്ട് പാടിയിട്ടുള്ള പാട്ട്. അപ്പോൾ അതിന്റെ ഒരു ഹാർമോണിയത്തിന്റെ ബിറ്റൊക്കെ വരുമ്പോൾ ആൾക്കാർ പലപ്പോഴും എന്നെ കുറിച്ച് പലപ്പോഴും പരാമർശിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ആ ഒരു പെർട്ടിക്കുലർ ബിറ്റ് ആൾക്കാർ കേൾക്കുമ്പോൾ സമയത്ത് അതിപ്പോ ബിജിയായിട്ടും പലരോടും മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സോങ് ആണെന്ന് പറഞ്ഞിട്ട്. പിന്നെ ചില എലമെന്റ്സ് വരുമ്പോൾ എനിക്ക് തോന്നുന്നത്, ഇപ്പൊ നമ്മള് ഒരേ കമ്പോസേഴ്സിനെ ഒരേ പ്രോഗ്രാമേഴ്സിനെ നമുക്ക് മനസ്സിലാവുമല്ലോ. തീർച്ചയായും അങ്ങനെ ആളുകൾക്ക് എല്ലാ ആളുകൾക്കും അവരുടേതായിട്ടുള്ള മാനറിസംസ് അല്ലെങ്കിൽ അവരുടെ ഒരു സിഗ്നേച്ചർ കൈൻഡ് ഓഫ് രീതികൾ ഉണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ശരിക്കും മ്യൂസിക് അറിയാവുന്ന ആൾക്കാർക്ക് കേട്ടാൽ മനസ്സിലാവും ആരാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ സുഷിൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ദീപക്കേട്ടൻ യൂസ് ചെയ്യുന്ന കിക്ക് സൗണ്ടുകൾ കേട്ടിട്ടാണ് എന്ന് ഈ ദീപക്കേട്ടൻ്റെ അടുത്ത് പോകുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എവിടെയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ചില സൗണ്ടിങ് അല്ലെങ്കിൽ ചില സൗണ്ടുകൾ നിങ്ങൾ കൊണ്ടുവരുന്ന സൗണ്ടാണ് നമ്മളെ മോഹിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമൊന്നല്ലേ? അതെ അതെ അതെ. ഇതിലൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദീപുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ദീപകിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, പുള്ളിയുടെ പാട്ടുകളിലുള്ള സൗണ്ടിങ് എങ്ങനെയായിരിക്കണം എന്ന് അന്നാണെങ്കിലും ഇന്നാണെങ്കിലും വലിയ രീതിയിലൊരു ശ്രദ്ധ വെക്കുന്ന ഒരാളാണ് ദീപക് ദേവ്. അപ്പോൾ അത് തീർച്ചയായിട്ടും മലയാളത്തിൽ ഒരു എന്താ പറയുന്നത്, ഒരു R&B ഹിപ്പ് ഹോപ്പ് കൈൻഡ് ഓഫ് ബീറ്റ്സ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ദീപമാണ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. സത്യം. കാരണം ക്രോണിക് ബാച്ചിലറിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഗ്രൂസ് ഒക്കെ ഉള്ള പാട്ടുകളൊന്നും നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. പിന്നീടാണ് പല പല പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സ് വരുന്നു, അവർ ഈ പറയുന്ന മോഡേൺ ജോണേഴ്സ് ഒക്കെ അവർ ഓപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ അഡോപ്റ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ദീപക്കേന്റെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ശിലയിൽ നിന്നും സൗണ്ട് ചെയ്യുന്ന പോലത്തെ ഒരു പാട്ട് നമ്മൾ അതിന് മുന്നെയോ തീർച്ചയായിട്ടും നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനത്തെ ഒരു സ്റ്റൈൽ ഓഫ് ട്രീറ്റ്മെന്റ് തന്നെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ ഇപ്പൊ ആളുകൾ കൂടുതൽ എന്താ പറയുന്നത്, അധികം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്ക് ഇപ്പോ ചിത്രമണിക്കാട്ടിൽ സിംഫണി, അതിന്റെയൊക്കെ ഭയങ്കര രസമാണ്. സിംഫണി എന്ന് പറയുന്ന പടം ഒരു സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു മൂവി അല്ല. പക്ഷെ പല ആൾക്കാർക്ക് ആ പാട്ടറിയാം, അതിന്റെ മെലഡി അറിയാം. എന്ന് വെച്ചാൽ അതായത് അത് ഒരേ സമയം സൗണ്ടിങ് വൈസ് ആണെന്നുണ്ടെങ്കിലും ടെക്നിക്കലി ആണെന്നുണ്ടെങ്കിലും മ്യൂസിക്കലി ആണെങ്കിലും അതൊരു മെലോഡിയസ് സോങ് ആണ് ശരിക്കും പറഞ്ഞത്. അതെ, ചിത്രാമ്മയും ജയേന്ദ്രൻ സാറും കൂടി നമുക്ക് വേണ്ടി പാടിത്തന്ന ഒരു കിടിൽ നൈറ്ററും. അതുപോലെ തന്നെ വിധു പ്രതാപ് പാടിയിട്ടുള്ള ഒരു പാട്ടുകളും, ഒരു തിങ്കൾ പക്ഷി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പാട്ടുണ്ട്. അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു അതിന്റെ സൗണ്ടിങ് എന്നൊക്കെ പറഞ്ഞത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സത്യം. എന്തായാലും ഇക്ക, നമ്മളെ ഇപ്പോ നമ്മള് ഇക്ക പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഇക്കയുടെ സുഹൃത്തുക്കളുടെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞു വന്ന എല്ലാം ഇക്കായിട്ട് വളരെ അടുപ്പമുള്ള സുഹൃത്തുക്കൾ. ഇപ്പൊ ദീപക്കേട്ടനെ പറ്റിയും പറഞ്ഞു, വിജയേട്ടനെ പറ്റിയും പറഞ്ഞു, ഗോപിച്ചേട്ടനെ പറ്റി പറഞ്ഞു. ഇതൊക്കെ ഇക്ക എന്ന് പറഞ്ഞ മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇക്കയ്ക്ക് സ്നേഹവും അല്ലെങ്കിൽ ഇക്ക എന്ന് പറയുന്ന ഒരാളുടെ വിജയം കാണുമ്പോഴത്തേക്കും
നമ്മുടെ വിജയമാണെന്ന് പറഞ്ഞ് കൂടെ ചേർത്ത് പിടിക്കുന്ന ആൾക്കാരെ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞതിന് മുന്നേ എനിക്ക് തോന്നണേ, ഇപ്പോൾ ഈ പ്രോഗ്രാമർ എന്നുള്ള നിലയ്ക്ക് കൂടുതൽ നമുക്കൊന്ന് സംസാരിക്കണമെന്ന് തോന്നുന്നു. കാരണം എന്നെ ഇപ്പം ഞാൻ വിജുഷയുടെ ഒരു ഭയങ്കര ആരാധകനാണ്. ഇക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു ഞാൻ വിജുഷ ആരാധകനാണെന്ന്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിനു മുമ്പും ഈ പ്രോഗ്രാമേഴ്സിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രോഗ്രാമേഴ്സ്, മറ്റുള്ള പ്രോഗ്രാമേഴ്സ് ഇല്ലേ ഇക്കാനെ ഞെട്ടിച്ച മറ്റുള്ള, ഇപ്പോൾ വിജുഷയുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ വിജുഷയുടെ കാര്യം നമുക്ക് ഇതിൻ്റെ അകത്ത് പറയണം. തീർച്ചയായിട്ടും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചിട്ടുള്ള മറ്റു പ്രോഗ്രാമേഴ്സ് ആരൊക്കെ ആയിരിക്കും? ഇപ്പോൾ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AR റഹ്മാൻ സാർ. AR റഹ്മാൻ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ഉള്ളത് കൊണ്ടാണ് ഈ പ്രോഗ്രാമിങ്ങിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു മ്യൂസിക് പ്രൊഡക്ഷന്റെ ഇമ്പോർട്ടൻസ് എനിക്ക് ഒരു ഇന്ത്യയിലുള്ള ആൾക്കാർ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ല, അതിനു മുമ്പ് മ്യൂസിക് പ്രൊഡക്ഷൻ നടന്നിട്ടില്ല എന്നല്ല ഞാൻ, അല്ലെങ്കിൽ ആക്ച്വലി അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ അല്ലെങ്കിൽ ഒരു മ്യൂസിക് സിന്തസൈസർ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഓർക്കസ്ട്രേഷൻ നടന്നിട്ടില്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ AR റഹ്മാൻ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ മലയാളത്തിലേക്ക്, സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലേക്കും അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ജോണറുകളിലുള്ള പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെയാണല്ലോ ആ സമയത്ത് അത് വലിയ ഹിറ്റുകളായതും. അല്ലെങ്കിൽ റഹ്മാൻ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ഇത്ര വലിയൊരു പോപ്പുലർ ഫിഗർ ആയിട്ട് മാറിയിട്ടുള്ളത്, ഒരു ഐക്കണായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഇവരാരും, ഈ ഹാരിസ് ജയരാജ്, അവരാരും ഇത്ര വലിയൊരു മ്യൂസിക് ഡയറക്ടേഴ്സ് ആയിട്ട് അന്ന് മാറിയിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു, എനിക്കുള്ള AR റഹ്മാന്റെ ആദ്യത്തെ സിനിമ വരുന്നത് 1992 അല്ലേ, റോജ ഇറങ്ങുന്നത്. അപ്പം 2000s ശേഷമാണ്, അല്ലെ സോറി 2000ന്റെ തുടക്ക കാലഘട്ടത്തിലാണ് എനിക്കുള്ള 2001-2002 ആണ് മിന്നലെ പോലുള്ള ഒരു പടം, ഹാരിസ് ജയരാജിന്റെ ഒരു സിനിമ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ അതുപോലെ മണി ശർമ്മ, ഇവരൊക്കെ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അന്നത്തെ മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ കീബോർഡ് പ്രോഗ്രാമേഴ്സ് ആയിട്ട് ചെന്നൈയിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ആക്ച്വലി ഈ റോജയൊക്കെ വരുന്നതിന് മുമ്പേ തന്നെ മ്യൂസിക് പ്രൊഡക്ഷന്റെ കാര്യത്തിൽ വളരെ എന്താ പറയുക, നമ്മൾ ശ്രദ്ധിക്കത്തക്ക രീതിയിലുള്ള ചില പാട്ടുകൾ പുറത്തുവിട്ടിട്ടുള്ള ആളാണ് വിജുഷ. അപ്പോൾ ത്രിദേവ്, അതുപോലെ തന്നെ എനിക്കാണ് ത്രിദേവ് 1989-ലാണെന്ന് തോന്നുന്നു പുറത്തു വരുന്നത്. അദ്ദേഹം എന്താ പറയുന്നത്, കല്യാൺജി ആനന്ദ്ജി അവരുടെ ആ പേരിൽ ഒരാളുടെ മകനായിരുന്നു, കല്യാൺജിയുടെ മകനായിരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തിന്റെ അവരുടെ പാട്ടുകൾ ഇദ്ദേഹം എന്താ പറയുന്നത് അതിന്റെ മ്യൂസിക് പ്രൊഡക്ഷൻ വിജുഷ ചെയ്യാറുണ്ടായിരുന്നു. പിന്നീട് വിജുഷ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് വിജുഷ തന്നെ ഒരു കമ്പോസറായിട്ട് മലയാളത്തിൽ ബോളിവുഡിൽ ഒരു എന്താ പറയുന്നത്, അതായത് കല്യാൺജി ആനന്ദ്ജിയുടെ ഒരു കൂടെ ഉള്ള ആള് എന്നുള്ളതിൽ അപ്പുറത്തേക്ക് ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് കമ്പോസറായിട്ട് പിന്നെ വിജുഷ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മൊഹറ, തൂ ചീസ് ബഡി ഹേ മസ്ത്, അതുപോലെ തന്നെ ഗുപ്ത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത പാട്ടാണ്. അതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് ഓർത്തു വെക്കാവുന്ന ഒരുപാട് പാട്ടുകൾ, ടിപ്പ് ടിപ്പ് ബർസ പാനി. അല്ല, ഞാൻ അല്ലെങ്കിൽ ഗുപ്തിലേക്ക് കാസറ്റ് നമ്മളിപ്പോ ടിപ്സ് ഇൻഡസ്ട്രി ആയിരുന്നു അന്ന് ഗുപ്ത് മാർക്കറ്റ് ചെയ്യുന്നത്. നമുക്ക് ഒരു പാട്ട് പോലും ഇതിനകത്ത് കളയില്ല, നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുന്ന ഒരു കാസറ്റ് ആയിരുന്നല്ലോ അത്. അദ്ദേഹത്തിന്റെ സൗണ്ടിങ്, ഈ പറഞ്ഞ പ്രോഗ്രാമിംഗ് ആണെങ്കിലും അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന മെലഡി ആണെങ്കിലും, ഈ ദുനിയ ഹസീനോ കാ മേല, ടൈറ്റിൽ തന്നെ ഗുപ്ത് ഗുപ്ത് എന്ന് പറയുന്ന അത് തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കത്തക്ക രീതിയിലുള്ള ഒരു അല്ലേ അങ്ങനത്തെ ഒരു ഓർക്കസ്ട്രേഷനും എന്ന് വെച്ചാൽ ഒരു വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു എന്താ പറഞ്ഞത് ഒരു മ്യൂസിക് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും അതിനകത്ത് ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ പുള്ളിക്ക് ഏറ്റവും കൂടുതൽ വർക്ക് കൊടുത്തിരുന്ന രാജീവ് റായ് എന്ന് പറയുന്ന ഡയറക്ടർ, പിന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹം ബോളിവുഡിൽ അപ്രസക്തനായി മാറുകയും പിന്നെ പുള്ളി മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് പുള്ളിക്ക് ഇന്ത്യ തന്നെ വിട്ടുപോകേണ്ട ഒരാവശ്യം വന്നിരുന്നു. കാരണം പുള്ളിക്ക് ത്രട്ട് ഉണ്ടായിരുന്നു. വിജുഷയ്ക്കല്ലേ? അല്ലല്ല, രാജീവ് റോയ്ക്ക് ഏതോ എനിക്ക് തോന്നുന്നു ലൈക്ക് ചോട്ടാ രാജോ ഏതോ അങ്ങനെ ഏതൊരു ഗ്രൂപ്പിന്റെ അടുത്തുനിന്ന് ഒരു ത്രട്ട് ഉണ്ടായിരുന്നു. ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോ പുള്ളിനെ ഷൂട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ വളരെ പുള്ളിയുടെ ഗൺമാന്റെ എന്തോ ഭയങ്കരമായിട്ടുള്ള ഇടപെടലുകൊണ്ട് മാത്രം പുള്ളി രക്ഷപ്പെട്ടു പോയതാണ്. അതിനുശേഷം എനിക്കാണ് പുള്ളി അധികം നാൾ ഇവിടെ നിന്നില്ല എന്ന് തോന്നുന്നു. പുള്ളി വേറെ ഏതോ കൺട്രി, എനിക്കാണ് ആദ്യം കുറെ നാള് ന്യൂയോർക്ക് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് നാള് എബ്രോഡ് എവിടെയൊക്കെ ആയിരുന്നു എന്നാണ് എന്റെ ഒരു വിശ്വാസം. എന്തായാലും അതുകൊണ്ടാണ് വിജുഷയുടെ സിനിമകളും കുറഞ്ഞു പോയത്. വിജുഷയുടെ സിനിമകൾ കുറഞ്ഞു. പിന്നെ വിജുഷയ്ക്ക് പിന്നീട് കിട്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആ പാട്ടുകളൊന്നും പോപ്പുലർ ആകാതെ വന്നു.
പിന്നെ വിജുഷായ്ക്ക് ഒരു ക്രിറ്റിസിസം വരുന്നുണ്ടായിരുന്നു തോന്നുന്നു. അതായത് AR റഹ്മാൻ ചെയ്യുന്ന പോലെയുള്ള പാട്ടുകൾ അതിൻ്റെയൊക്കെ ഒരു കോപ്പി കൈൻഡ് ഓഫ് പാട്ടുകളാണ് വിജുഷ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഓർക്കസ്ട്രേഷൻ പാറ്റേൺ ഒക്കെ AR റഹ്മാനെ കോപ്പി ചെയ്തതുകൊണ്ടാണ് വിജുഷ ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു കിംവദന്തിയൊക്കെ നാട്ടിലെ അവിടെ ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ പരക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതങ്ങനെ ഒരു കോപ്പിങ് ആയിരുന്നു എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇവരെല്ലാവരും കോമൺ ആയിട്ടുള്ള സൗണ്ട് ലൈബ്രറീസ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഈ സൗണ്ട് ലൈബ്രറീസ് എന്ന് പറയുന്ന സംഭവങ്ങൾ ആളുകൾക്ക് അവരുടെ മ്യൂസിക് പ്രൊഡക്ഷന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനാണ് അത് ഉണ്ടാക്കുന്ന കമ്പനികൾ വിൽക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സത്യം. അപ്പൊ മേ ബി അത് ചിലപ്പോ ഞാനിപ്പോ ഒരു പാട്ടില് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സാമ്പിൾ ഒരു പാട്ടിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതേ സെയിം സാമ്പിള് സ്വന്തമായിട്ടുള്ള അല്ലെങ്കിൽ പൈസ കൊടുത്ത് മേടിച്ചിട്ടുള്ള എല്ലാ ആൾക്കാർക്കും അത് അവരുടെ മ്യൂസിക് പ്രൊഡക്ഷനിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ഉപയോഗത്തിന് മുമ്പ് മറ്റാരെങ്കിലും അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വിചാരിക്കുന്നത് കോപ്പി ആദ്യം ചെയ്തിട്ടുള്ള ആളുടെ അടുത്ത് നിന്ന് നമ്മൾ കോപ്പി ചെയ്തിട്ടാണ് ഈ സംഭവങ്ങൾ കൊണ്ടുവരുന്നത് അവർ ചിന്തിക്കുകയുള്ളൂ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സത്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈസൻസ്ഡ് ആയിട്ട് അവർക്ക് ഉപയോഗിക്കാൻ കൊടുത്തിട്ടാണ്. ലൈസൻസ്ഡ് ആയിട്ട് എന്ന് പറഞ്ഞാൽ അത് കമ്പനി അത് പൈസ കൊടുത്ത് വാങ്ങിക്കാനുള്ള ഇപ്പൊ അന്നത്തെ സൗണ്ട് ലൈബ്രറീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പറയുന്ന പൈസ കൊടുക്കുന്ന ആൾക്കാർക്ക് അത് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് പർച്ചേസ് ചെയ്യാൻ പറ്റും, അത് അവരുടെ മ്യൂസിക് പ്രൊഡക്ഷന്റെ ആവശ്യത്തിന് വേണ്ടി അവർക്ക് ഉപയോഗിക്കാനും പറ്റും. ആ രീതിയിലാണ് അതിന് വേണ്ടിയിട്ടാണ് കമ്പനികൾ അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് അന്നത്തെ കാലത്ത് വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. അത് മേടിക്കാൻ കഴിവുള്ള ആൾക്കാർ അത് വാങ്ങിക്കും, അത് അവർ ഉപയോഗിക്കും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്ത് സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കാലഘട്ടം ഇപ്പം ആദ്യം ഉപയോഗിക്കുന്ന ആളുടെ സെയിം സാമ്പിൾ തന്നെ ചിലപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞിട്ടോ 6 മാസം കഴിഞ്ഞിട്ടോ വേറൊരു സിനിമയിൽ കേൾക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുന്നത് ഇത് നമ്മൾ മറ്റേ പാട്ട് കേട്ടില്ല, അയാൾ ഈ ഇങ്ങനെ അവരുടെ പാട്ടിൽ നിന്ന് കോപ്പി അടിച്ചെന്നായിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും ആൾക്കാർ ചിന്തിക്കുന്നത്. കാരണം അവർക്ക് എങ്ങനെയാണ് ഈ എന്താ പറയുന്നത് ഇതിന്റെ ഒരു മ്യൂസിക് പ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് സാധാരണക്കാർക്ക് പലപ്പോഴും അറിയില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ ചിന്തിച്ചിട്ടുള്ളതെന്നാണ്. അതിന്റെ ഒരു എന്താ പറഞ്ഞത് ആഫ്റ്റർ എഫക്ട്സ് ആണ് വിജുഷായ്ക്ക് വന്നിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ വിജുഷ ഒരിക്കലും ഒരു മെലഡി കോപ്പി ചെയ്യുന്ന ഒരാളാണെന്നോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ കോപ്പി അടിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ പുള്ളി അക്കാലത്തെ ട്രെൻഡുകൾ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സത്യം. ഉദാഹരണം ഞാനൊരു കാര്യം കൂടി ഇനി ചെയ്തു ഈ ഇന്റർവ്യൂവിന് കഴിഞ്ഞിട്ട് ചെയ്തു നോക്കിയാൽ മതി. ഇപ്പൊ ഗുപ്തില് എന്റെ ടൈറ്റിലിന്റെ കാര്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിനകത്ത് ഇങ്ങനൊരു സാധനം വരുന്നുണ്ട്. ഇത് ഡീപ് ഫോറസ്റ്റും ഉപയോഗിച്ചിട്ടുണ്ട് അവരുടെ. അത് ഡീപ് ഫോറസ്റ്റ് അറിയാലോ പുറത്തുള്ള. അപ്പൊ അവര് ഇതേ സാധനം അവരുടെ ട്രാക്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അത് തന്നെ വിജുഷയുടെ ഗുപ്തിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ആക്ച്വലി ഇതൊരു സൗണ്ട് ലൈബ്രറിയിലുള്ള ഒരു സാമ്പിളാണ് ആ സാധനം എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അത് ബുദ്ധിപരമായിട്ട് ആദ്യം ഡീപ് ഫോറസ്റ്റ് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഡീപ് ഫോറസ്റ്റിൽ നിന്നാണല്ലോ അത് കേൾക്കുന്നത്. രണ്ടാമത് അതൊരു ബോളിവുഡ് സിനിമയിൽ കേൾക്കുമ്പോൾ അത് അവിടെ നിന്ന് പൊക്കിയതാണെന്നാണ് ആൾക്കാർ കരുതുന്നത്. മനസ്സിലായി. അതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അതാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. വേണമെങ്കിൽ ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ചെയ്തു അത് കേട്ട് നോക്കുമ്പോൾ എനിക്കറിയാം ആ ട്രാക്ക് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് അത് കഴിഞ്ഞിട്ട് ഒരു ഫ്ലൂട്ടിന്റെ ബിറ്റ് വന്ന് പോകുന്നുണ്ട്. അതെ അതെ. എന്നിട്ട് വീണ്ടും ഒരു അതിന്റെ തുടക്കം, അതായത് അതിന്റെ തുടക്കം തന്നെ ഒരു കീ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്നൊരു സാധനമാണ് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് ഡീപ് ഫോറസ്റ്റിലുണ്ട്, അത് ഗുപ്തിലുണ്ട്. നമ്മളെ ഇപ്പോ ഇക്കാടെ തന്നെ പാട്ടിലേക്ക് വരണമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോ ഇക്കാട എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് ഈ ആലോലം തേനൂറും എന്നുള്ളൊരു പാട്ട്. പിന്നെ തേനൂരും. അപ്പോൾ എനിക്ക് പക്ഷെ അതിനേക്കാൾ ഒരു പൊടിക്ക് ഇഷ്ടം കൂടുതലാണ് ഈ എരിവെയിൽ എന്ന് പറഞ്ഞ പാട്ട്. അതിനകത്ത് എന്താണെന്ന് അറിയാൻ പാടുള്ള ഒരു ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കേൾക്കുമ്പോൾ ഒരു അമ്മയുടെ ഒരു ടച്ച് ഉള്ളതുകൊണ്ട് ഒരു അമ്മയുടെ ഒരു സ്നേഹത്തിന്റെ ഒരു മോമത്തൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെയാണ് അതിന്റെ സൗണ്ടിങ് നിൽക്കുന്നത്. വരികളിലും കുറെ ഇടത്തൊക്കെ അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് പക്ഷെ ആ പാട്ട് വേണ്ടത്രയും ആളുകൾ ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ ആളുകളുടെ സ്നേഹം കിട്ടിയില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇത് പാതിരാമണലിലെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട 2 പാട്ടുകളാണ്. ഒന്ന് ആലോലം തേനൂലും, അതുപോലെ തന്നെ ഇരുവയിലുക്കുള്ളും. ഈ 2 പാട്ടും വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ എൻ്റെ ഫേവറേറ്റ്സ് ആയിട്ടുള്ള പെട്ട പാട്ടുകളാണ് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഇക്കയ്ക്ക് അതുപോലെ തോന്നിയിട്ടുള്ള മറ്റു പാട്ടുകളുണ്ട്. ഇപ്പോൾ ഇറങ്ങിയ സമയത്തിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഫിലിം ഹിറ്റ് ആവാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ കുറച്ചുകൂടി സ്നേഹം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഇക്കയ്ക്ക് തോന്നിയിട്ടുള്ള, ഇപ്പം എനിക്ക് തോന്നിയ പോലെ വേറെയും തോന്നിയിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും 1-2 കൂടി അങ്ങനെ പറഞ്ഞു നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കലണ്ടറിലെ സോങ് എനിക്ക് രണ്ട് പാട്ടുള്ള ആൾക്കാർ കുറച്ചൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചിറകാർന്ന മൗനം ശ്രദ്ധിക്കപ്പെട്ടു. അതുപോലെ ഗന്ധരാജൻ പൂവിടുന്നു. ഈ 2 പാട്ടുകളും
ശ്രദ്ധിക്കപ്പെട്ടത്. ഇപ്പൊ ഈ അടുത്ത് പോലും ഗന്ധരാജൻ വെച്ചിട്ട് ആരൊക്കെയോ മഴക്കാലത്ത് ഈ കുറെ റീലും കാര്യങ്ങളൊക്കെ വിടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് എന്താ പറഞ്ഞത്, ആ റീലിന്റെ വ്യൂസ് നോക്കിയാലും ലൈക്ക് കൗണ്ട് ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ കുറച്ച് നല്ലോണം അങ്ങനെ മൾട്ടിപ്പിൾ റീൽസ് ഈ ആ ഒരു മൺസൂൺ തുടങ്ങിയ ഒരു സമയമില്ലേ ഇപ്പോൾ, അത് പലപ്പോഴും റീലായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഈ രണ്ട് പാട്ടുകൾ ആൾക്കാർ കുറച്ചൊക്കെ നോക്കി, ആളുകൾക്ക് കുറച്ച് അറിയാമെന്ന് തോന്നുന്നു. പക്ഷെ ഈ പറയുന്ന പോലെ ഇത് ബാദരാമണലിലെ പാട്ടുകൾ ആളുകൾക്ക് പലപ്പോഴും എന്താ പറഞ്ഞത് അങ്ങനെ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് എനിക്ക്, എന്ന് വെച്ചാൽ അതത്ര വേണ്ടത്ര രീതിയിൽ ആളുകൾക്ക് എത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞതാണ് എന്തായാലും. ഇപ്പൊ ഇക്കട അതുപോലെ വേറെ ഒരു എനിക്ക് ഇക്കട ഒരു ക്വാളിറ്റി ആയിട്ട് ഇപ്പൊ ഈ പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് നമ്മൾ ഇതിനു മുന്നേയും ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഇക്ക അത്ഭുതപ്പെടുത്തിയ പ്രോഗ്രാമേഴ്സിന്റെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇക്ക ചില സമയത്തൊക്കെ ഓരോ പാട്ട് വെച്ചിട്ടും എക്സാമ്പിൾ വെച്ചിട്ടും പറയാറുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇക്കട മറ്റൊരു എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇക്ക എല്ലാ സിംഗേഴ്സിനെയും ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അതായത് എങ്ങനെയൊക്കെ, അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്കും ചിലർ ട്രെൻഡ് ആവുന്നത്, ചിലർ ഇൻഡിപെൻഡന്റ് പാട്ടായിട്ടായിരിക്കും ട്രെൻഡ് ആവുന്നത്. പക്ഷെ ഇക്ക അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, കണ്ടിന്യൂസ്ലി അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എങ്ങനെയാണ് ആ ഒരു ഹോംവർക്ക് കിടക്കുന്നത്, ഈ പാട്ടുകാരിങ്ങനെ വോയിസ് ശ്രദ്ധിക്കുന്ന ആ ഒരു ഹോംവർക്ക്? തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇന്ത്യൻ മ്യൂസിക്കിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന 3 ഭാഷകൾ എന്ന് പറയുന്നത്, മലയാളി ആയതുകൊണ്ട് നമ്മൾ മലയാളം പാട്ടുകൾ കേൾക്കും. പിന്നെ തൊട്ടപ്പുറത്ത് AR റഹ്മാനെ പോലുള്ള മ്യൂസിക് ഡയറക്ടർ ഇളയരാജ സാറ് അല്ലെങ്കിൽ അതുപോലെയുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ തമിഴിൽ നിന്ന് വരുന്നത് കൊണ്ട് തീർച്ചയായിട്ടും തമിഴ് സോങ്സ് നമ്മൾ ഉറപ്പായിട്ടും കേൾക്കും. ആൻഡ് ഓഫ് കോഴ്സ് ഈ പറയുന്ന ബോളിവുഡ് സോങ്സ് ഒരു ഇന്ത്യക്കാരന് പോലും മാറ്റി നിർത്താൻ പറ്റാത്ത പാട്ടുകളാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, കാരണം ഹിന്ദി എന്ന് പറയുന്നതിന്റെ മാർക്കറ്റും അതിന്റെ റീച്ചും വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദി പാട്ടുകൾ സ്വാഭാവികമായിട്ട് അന്നിറങ്ങുന്ന ബോളിവുഡ് ഹിറ്റ് പാട്ടുകളെല്ലാം നമ്മൾ കേൾക്കാറുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഇതിലൊക്കെ പാടുന്ന സിംഗേഴ്സിനെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ നമുക്കറിയാം ഇപ്പോൾ നമ്മളെക്കാൾ സീനിയർ ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് പലരും പുറത്തുനിന്നുള്ള ഗായകരെ കൊണ്ട് പാടിച്ചിട്ടൊക്കെ ഉണ്ട്. ആ പാട്ടുകളൊക്കെ ഹിറ്റുമായിട്ടുണ്ട് പലപ്പോഴും. അപ്പൊ എന്തുകൊണ്ട് നമുക്കും ചെയ്തുകൂടാന്നുള്ള ഒരു തിങ്കിങ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന കാര്യത്തിനകത്ത്. ഇനി കേരളത്തിനകത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഈ പറയുന്ന പോലെ പോപ്പുലർ ആയിട്ടുള്ള സിംഗേഴ്സിന്റെ പാട്ടുകളും പോപ്പുലർ അല്ലാത്ത അപ്കമിങ് സിംഗേഴ്സിന്റെ പാട്ടുകളൊക്കെ നല്ലോണം ശ്രദ്ധിക്കാറുണ്ട്. അതാണ് ഇക്കടെ ഒരു ആൽബം നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പുതിയ സിംഗേഴ്സിന് ഒരുപാട് ചാൻസ് കൊടുക്കാറുണ്ട്. പ്ലസ് ഈ പറഞ്ഞ പോലെ ഫേമസ് ആയിട്ടുള്ള എല്ലാവരും ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ പുതിയ ആൾക്കാർ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണമല്ലോ. ഇക്ക ചിലപ്പോൾ റീല് കണ്ടിട്ടായിരിക്കും അവരെ ശ്രദ്ധിക്കുന്നത്. അന്നത്തെ കാലത്ത് റീലില്ല, കാരണം റീല് എന്ന് പറയുന്നത് ടിക്ടോക്ക് കട്ടായതിനു ശേഷം, ടിക്ടോക്ക് ഇവിടുന്ന് പോയതിനു ശേഷം മാത്രം ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ അതായത് ഒരു 2009-10 കാലഘട്ടം മുതൽ അല്ലെങ്കിൽ 2011 മുതൽ ഫേസ്ബുക്ക് കുറച്ച് നല്ല ആക്റ്റീവാണ്. അപ്പൊ ഫേസ്ബുക്കിൽ ആൾക്കാർ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. പിന്നെ യൂട്യൂബിൽ ആൾക്കാർ കവറായിട്ട് ചെയ്തിടുന്നത് പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. പിന്നെ പലപ്പോഴും റിയാലിറ്റി ഷോസിൽ വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ചില ആൾക്കാരുടെ പെർഫോമൻസസ് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പലപ്പോഴും നമ്മൾ കാണുമ്പോഴാണ് പലരെയും വിളിച്ച് പാടിക്കാമെന്ന് നമുക്ക്. നജീമിക്കായിട്ട് വരുന്ന സൗഹൃദം അങ്ങനെയാണോ ഈ റിയാലിറ്റി ഷോ? അങ്ങനെയല്ല, കാരണം ഞാനൊരു കീബോർഡ് പ്രോഗ്രാമറായിട്ട് അല്ലെങ്കിൽ മ്യൂസിക് പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്യുന്ന കാലത്തെ തന്നെ നജീം എൻ്റെ വർക്കുകളിൽ പാടിയിട്ടുണ്ട്. അതായത് ഞാൻ പ്രോഗ്രാം ചെയ്ത വർക്കുകളിൽ നജീം പാടിയിട്ടുണ്ട്. കാരണം നമ്മൾ ആ സമയത്ത് ചേതന സ്റ്റുഡിയോ തൃശ്ശൂർ ഒരുപാട് മലയാളത്തിലെ പടങ്ങളുടെ, പ്രത്യേകിച്ച് മോഹൻ സിത്താരയുടെ വർക്കുകളെല്ലാം തന്നെ ചേതന സ്റ്റുഡിയോയിൽ നിന്ന് വന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നജീമിന്റെ ബ്രദർ ചേതനയിലെ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. സ്വാഭാവികമായിട്ടും നജീം ചെറുപ്പകാലത്തിലെ തന്നെ, അതായത് ഒരു സ്കൂൾ കാലഘട്ടങ്ങളിലെ തന്നെ പല യൂത്ത് ഫെസ്റ്റിവൽസ്, സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലൊക്കെ വിൻ ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ നജീമിനെ കുറിച്ച് കേൾക്കുന്നത് ഈ ചേതനയിൽ നിന്നുള്ള എഞ്ചിനീയേഴ്സും അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അദ്ദേഹത്തിന്റെ പേര് ജോയ് ചേട്ടൻ, അമല എന്ന് പറഞ്ഞ റെക്കോർഡിംഗ് സ്റ്റുഡിയോ കാഞ്ഞിരപ്പള്ളി, അവരൊക്കെ പറഞ്ഞിട്ടാണ് നജീമിന്റെ കാര്യം കേൾക്കുന്നത്. കാരണം അന്നത്തെ കാലത്ത് ഈ ഹരിഹരന്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഹരിഹരൻ പാടുന്ന മിക്ക പാട്ടുകളും ആൾക്കാർ ശ്രദ്ധിക്കുമായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന്റെ പാട്ടുകളും മെലഡീസ് പലതും ഭയങ്കര ഹിറ്റുകളായിരുന്നു. ഇപ്പൊ പൊയ്സൊല്ലാതെ കൂടാതെ കാതലി, ഓതിൽ രൂപ, അല്ലെങ്കിൽ ഉയിരേ, ഇതെല്ലാം വളരെ പോപ്പുലർ. പിന്നെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ വളരെ മെലോഡിയസ് ആണെന്നുള്ളത് പോലെ തന്നെ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ കേൾക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പറയുന്നത് ട്രിവാൻഡ്രത്ത് ഒരു പയ്യനുണ്ട് നജീം അർഷാദ്, ഈ ഹരിഹരന്റെ ഒക്കെ പാട്ട് എന്ത് അനായാസമായിട്ടാണ് പാടുന്നത്.
അങ്ങനെയൊക്കെ പല ആൾക്കാരും പറഞ്ഞിട്ടും ഈ ചേതനയിൽ നിന്നും പല പല സ്റ്റുഡിയോസിൽ നിന്നായിട്ടൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് നജീബിനെ കൊണ്ട് പാടിക്കുന്നതും ആ പാട്ട് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതും ശരിക്കും പറഞ്ഞാൽ. അന്ന് മുതലേ നജീബായിട്ട് എനിക്ക് കണക്ഷൻ ഉണ്ട്. പിന്നീട് 2007 ഐഡിയ സ്റ്റാർ സിംഗർ വന്നു, നജീബ് അതിൽ വരുന്നു, എന്താ പറയുക, വിന്നറാകുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ നജീബിന്റെ വരവ് എന്ന് പറയുന്നത് ആൾക്കാർ പ്രത്യേകം നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നത് ഈ ആദ്യത്തെ ഓഡീഷനിൽ തന്നെ നജീബ് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള സോങ് ഒക്കെയാണ് പാടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നജീബിനെ ആ സമയത്ത് തന്നെ എല്ലാവരും ആ സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നജീബ് ഇന്നായതിനു ശേഷം നജീബിന്റെ റൗണ്ടുകൾ വരുന്ന സമയത്ത് മറ്റുള്ള കണ്ടസ്റ്റൻസിനേക്കാൾ വളരെ വ്യത്യസ്തതയോട് കൂടിയിട്ടും അല്ലെങ്കിൽ അവരെക്കാളൊക്കെ ഒരു പടി മുന്നേ ഉള്ള പെർഫോമൻസസ് ആണ് നജീബിന്റെ അടുത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ നജീബ് വിന്നറായിട്ട് മാറിയിട്ടുള്ളത് തീർച്ചയായിട്ടും. അപ്പൊ അത് മാത്രമല്ല, അതിലുണ്ടായിരുന്ന ജഡ്ജിങ് പാനലാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും വളരെ കീറി മുറിച്ച്, പ്രത്യേകിച്ച് ശരത്തേട്ടനൊക്കെ ആയിരുന്നു ജഡ്ജസിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നത്. MG ശ്രീമാറേട്ടൻ, ഉഷാ ദീദി, ഇവരൊക്കെ നല്ലവണ്ണം ചെക്ക് ചെയ്യുന്നവരാണ് ശരിക്കും ഒരാളുടെ പാട്ട് എങ്ങനെ പോകുന്നു എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ തന്നെ തീർച്ചയായിട്ടും നജീം വിൻ ചെയ്തു. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ കേൾക്കുന്ന നജീം സിനിമയിൽ പാടി. പിന്നെ ഞങ്ങള് എന്താ പറഞ്ഞത്, ഈ ഞാൻ പ്രോഗ്രാമർ ആയിരുന്ന സമയം മുതലും അതുപോലെ തന്നെ ഈ പറയുന്ന റിയാലിറ്റി ഷോയിൽ നജീം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലൊക്കെ നജീമായിട്ടൊരു അന്നേ തന്നെ ഒരു ബന്ധം നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞതാണ്. പക്ഷെ നിങ്ങളുടെ ഒരു എന്നല്ല, നിങ്ങളുടെ ഒരു കോംബോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് മാനത്തുദിച്ചതാണ്. മനസ്സിലായി. അയ്യോ, അത് എന്ത് രസമാണ് ആ പാട്ട്. അത് നജീബിക്ക പാടിയിരിക്കുന്നതാണെങ്കിലും മിക്കയുടെ മ്യൂസിക് കൊണ്ടാണല്ലോ നമ്മൾ ആദ്യം കേൾക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ആ ഒരു കോംബോ ഭയങ്കര അടിപൊളിയാണെന്ന് പറയണം നിങ്ങൾ രണ്ടുപേരുടെ. അതെ. പിന്നെ നജീബിന്റെ കാര്യം എന്ന് പറഞ്ഞപ്പോൾ നജീബിനെ ഒരു പടത്തിൽ പാടിക്കണം നമുക്ക് ധൈര്യമായിട്ട് പറയാമെന്നുള്ളൊരു അവസ്ഥ വന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടു പുറത്ത് വന്നപ്പോഴത്തേക്കും അത് 2010 ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒരെണ്ണമായിരുന്നു സത്യം. അപ്പോൾ പിന്നീട് നമുക്കൊന്നും നോക്കേണ്ട കാര്യമില്ല. കാരണം അതായത് അങ്ങനല്ല, അതായത് നജീം ഇത്രയും കഴിവ് തെളിയിച്ച ഒരാളെ ഇനി നജീം പുതിയ ആളാണല്ലോ എന്നൊന്നും പറയേണ്ട ആവശ്യം ആൾക്കാർക്ക് വരുന്നില്ലല്ലോ. ഒരു ആവശ്യം വരുന്നില്ല. ഓൾറെഡി ഒരു ഹിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിംഗർ ആകുമ്പോൾ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് നജീമിന്റെ കാര്യമൊക്കെ എല്ലാ പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്താണെങ്കിലും സിനിമയുടെ ഡയറക്ടേഴ്സിന്റെ അടുത്തൊക്കെ ധൈര്യപൂർവ്വം പറയാനുള്ളൊരു ആ ഒരു ധൈര്യം കൂടി എനിക്ക് കിട്ടി എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. എന്തായാലും മനസ്സിലായി. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അറിഞ്ഞത് തബിത മലയാളിയല്ല, പുള്ളിക്കാരി ഒരു തെലുഗു സംസാരിക്കുന്ന അല്ലെങ്കിൽ ഒരു ആക്ച്വലി പുള്ളിക്ക് തെലുഗു പോലും അറിയില്ല. അതായത് പുള്ളിക്കാരി അമേരിക്കയിലാണ്, പുള്ളി യുഎസിൽ സെറ്റിൽഡ് ആയിട്ടുള്ള പുള്ളിക്കാരത്തി യുഎസിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു സിംഗറാണ്. അത് മാത്രമല്ല പുള്ളിക്കാരത്തിന്റെ ഫാദർ ഉണ്ട്, ക്വിൻസിയുടെ മകളാണ് തബിത അല്ലേ? അതെ. എനിക്കറിയില്ലായിരുന്നു. ക്വിൻസിയുടെ മകളാണ് തബിത. പടത്തിൽ ക്വിൻസി പാടിയിട്ടുണ്ട്. ക്വിൻസിയാണ് ഞാനും നീയും എന്ന് പറഞ്ഞ സോങ് പാടിയിട്ടുള്ളത്. അപ്പോൾ ഈ ക്വിൻസിനെ എനിക്ക് വളരെ നാളുകളായിട്ട് അറിയാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2007 മുതൽ ക്വിൻസി കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ടുകൾ ഞാൻ കീബോർഡ് പ്രോഗ്രാമിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ കമ്പോസ് ചെയ്തിട്ടുള്ള 1-2 പാട്ടുകൾ ക്വിൻസി എനിക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഒരു റൈറ്റ് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ക്വിൻസിയുടെ വോയിസ് ഏതെങ്കിലും നമ്മുടെ വർക്കിനകത്ത് ഉപയോഗിക്കണം എന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴാണ് പുള്ളി എൻ്റെ അടുത്ത് പറയുന്നത്, എൻ്റെ മോളുണ്ട് നന്നായി പാടും, അവള് ബേസിക്കലി ഞങ്ങളെല്ലാവരും ഇപ്പൊ ക്വിൻസിയുടെ കാര്യത്തിലാണെങ്കിൽ ക്വിൻസിക്ക് തെലുഗു ഒക്കെ നന്നായിട്ട് അറിയാം, ഹിന്ദി നന്നായി സംസാരിക്കും, ഉറുദു സംസാരിക്കും, ഇംഗ്ലീഷും നന്നായി സംസാരിക്കും. പക്ഷേ ഈ തബിത ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ US ആയത് കാരണം, ഷിക്കാഗോ ആയത് കാരണം കൊണ്ട് തബിതയ്ക്ക് തെലുഗു ആണെങ്കിലും അറിഞ്ഞൂടാ സംസാരിക്കാനായിട്ട്, ഇന്ത്യൻ ലാംഗ്വേജ് ഒന്നും തന്നെ അറിഞ്ഞൂടാ. പക്ഷെ തബിതയ്ക്ക് കേപ്പബിലിറ്റി ഉണ്ട്. അതായത് ഇത് എന്താ പറയുക, നമ്മൾ പറയുന്നത് നമ്മൾ ഡിക്ഷൻ ക്യാച്ച് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്. അപ്പൊ തബിത അത് വെച്ചിട്ടാണ് പലപ്പോഴും ഇപ്പൊ ഞാൻ വരും ഈ പാതയിൽ അർമാൻ മല്ലിക്കിന്റെ കൂടെയുള്ള സോങ് എടുക്കുന്ന സമയത്ത് അവിടെ US റെക്കോർഡിംഗ് നടക്കുന്ന സമയത്ത് ഫുൾ ടൈം ഞാൻ വാട്സാപ്പില് ഓഡിയോ കോൾ വെച്ചിട്ടാണ് തബിതയ്ക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത് കൊള്ളാം. അല്ല, ഞാൻ പറയുന്നത് അപ്പൊ ഇക്ക മറ്റ് ഭാഷകളിലുള്ള ആളുകളെയും ഇക്ക വളരെ കാര്യമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ തബിതയുടെ കാര്യം പറഞ്ഞ പോലെ ഇപ്പൊ ക്വിൻസി നമുക്കറിയാം ഭയങ്കര സീനിയർ ആയിട്ടുള്ള ഒരാളാണെന്ന് അറിയാം. പക്ഷെ എനിക്ക് ഇവർ തമ്മിലുള്ള ബന്ധം എനിക്ക് അറിയില്ലായിരുന്നല്ലോ. അതെന്തായാലും ഇക്ക പറഞ്ഞു തന്നായി അങ്ങനെ കാര്യം പറഞ്ഞു തന്നപ്പോ ഇപ്പൊ അർമാൻ മാലിക്, സാധന സർഗം, അന്വേഷ, ശ്രേയ ഘോഷാല് പിന്നെ മലയാളി കുട്ടിയാക്കി. അതെ, ശ്രേയ ഘോഷാലിനെ കൊണ്ടുവരുന്നത് ശരിക്കും അൽഫോൺസ് ആണ്. വിട പറയുകയാണെന്നുള്ള പടത്തിൽ ആ പാട്ടിൽ കൂടെയാണ് ശരിക്കും, ബിഗ് ബിയിലൂടെയാണ് ശരിക്കും ശ്രേയ ഘോഷാൽ മലയാളത്തിന്
വളരെ സുപരിചിതമായിട്ട് മാറുന്നത് ശരിക്കും പറഞ്ഞത്. പക്ഷെ ബനാറസിലെ സോങ് കൂടി വന്നപ്പോഴത്തേക്കും പിന്നെ ശ്രേയ ഘോഷാൽ മലയാളത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറി എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഒരു മലയാളി കുട്ടിയായി മാറി അല്ലേ? അത് തീർച്ചയായിട്ടും. അപ്പൊ എങ്ങനെയാണ് ഈ മറ്റ് ഭാഷകളിലുള്ള ഇപ്പൊ അന്വേഷണയൊക്കെ നമ്മള് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വിദ്യാജി അന്വേഷനെ പാട്ട് പഠിപ്പിക്കുന്നതിനേക്കാൾ മുമ്പ് ഇക്കയാണ് പഠിപ്പിച്ചതെന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മ കിടക്കുന്നത്. തീർച്ചയായിട്ടും അല്ലെ? അപ്പൊ എങ്ങനെയാണ് അങ്ങനെയുള്ള മറ്റു നാട്ടിലെ സിംഗേഴ്സിന് ഇക്ക എങ്ങനെ അർമാൻ മാലിക്കിനെ കൊണ്ടുവന്ന? എനിക്ക് തോന്നുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പോഴും വിദ്യാസാഗർ സാറിന്റെ മാനേജറുടെ മുരുകൻ ചേട്ടൻ, അദ്ദേഹമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം അന്വേഷണനെ പോലെ പാടാൻ പറ്റുന്ന ഏതെങ്കിലും കുട്ടികൾ കേരളത്തിലുണ്ടോന്നോ എന്തോ ചോദിച്ചു. ആരാണ് അന്വേഷ അതൊന്ന് അന്വേഷിക്കണമല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ യൂട്യൂബിൽ നോക്കുമ്പോൾ അന്വേഷ ഒരുപാട് അന്നത്തെ കാലത്ത്, അതായത് 2014 15 അക്കാലത്ത് ബംഗാളി ഭാഷയിൽ 200-ലധികം സിനിമകൾക്ക് വേണ്ടിയിട്ട് പാടിയിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ബംഗാളികളുടെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് ശ്രേയ ഘോഷാലാണ്. ശ്രേയ ഘോഷാൽ ഇല്ലെങ്കിൽ അവരുടെ അടുത്ത ചോയ്സ് എന്ന് പറയുന്നത്, അവിടുത്തെ പ്രിഫറൻസ് എന്ന് പറയുന്നത് എന്താ പറയുന്നത് അന്വേഷയാണ് എന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ അന്വേഷ റിയാലിറ്റി ഷോസിൽ പെർഫോം ചെയ്തപ്പോഴുള്ള വീഡിയോ ക്ലിപ്സ്, അന്വേഷ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട്, അതായത് പല പല സിനിമകൾക്ക് വേണ്ടിയിട്ടുള്ള പാടിയിട്ടുള്ള പാട്ടുകൾ, അത് ബംഗാളി ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ആ സമയത്ത്. അപ്പൊ എന്തുകൊണ്ട് അന്വേഷ എന്നെ വിളിച്ചുകൂടാ എന്നുള്ള രീതിയിലാണ് ആദ്യം മ്യൂസിക് 247 പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു ഇൻഡിപെൻഡന്റ് ആൽബത്തിലാണ് അന്വേഷണം കൊണ്ട് ആദ്യമായിട്ട് പാടിക്കുന്നത്. അതിനുശേഷം തീരത്തിന്റെ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോഴത്തേക്കും അന്വേഷണനെ കൊണ്ട് ഞാൻ വീണ്ടും നജീമിന്റെ കൂടെ ഒരു പാട്ട് പാടിക്കുകയാണ് ചെയ്തത്, മിന്നാമിനിങ്. ഇതുപോലെ തന്നെയാണ് അർമാൻ മാലിക്കിന്റെ ഇപ്പൊ തബിതയുടെ കൂടെ ഞാൻ വരും ഈ പാതയിൽ എന്നുള്ള പാട്ട്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ അർജിത്തിന്റെ സോങ് ആൾക്കാരെല്ലാവരും ഭയങ്കരമായിട്ട് കേട്ട് നിൽക്കുന്ന സമയത്ത് അതിന് പുറകെ ട്രെൻഡിങ്ങും ഹിറ്റുമായിട്ടും മാറിയിട്ടുള്ള പാട്ടുകൾ പാടിയിട്ടുള്ള ഒരാളാണ് അർമാൻ മാലിക്. പ്രത്യേകിച്ച് അമാൽ മാലിക് മ്യൂസിക് പാടിയിട്ടുള്ള പാട്ടുകളൊക്കെ ആ സമയത്ത് അർമാൻ മാലിക്കിന്റെ പാട്ടുകൾ വളരെയധികം ട്രെൻഡിങ് ആയിരുന്നു. അല്ല, ഞാൻ ആലോചിച്ചിട്ടുണ്ട്, അതായത് അർമാൻ മാലിക് ആ സമയത്ത് തെലുഗുവിൽ പാടുന്നുണ്ട്. എന്റെ ഏറ്റവും വലിയ അതിന്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, അർമാൻ മാലിക്കിന്റെ മദർ ജ്യോതി ആന്റി, അവര് ശരിക്കും പറഞ്ഞ വിശാഖപട്ടണത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഒരു സൗത്ത് ഇന്ത്യൻ ആണ്, ഒരു നാട് വിശാഖപട്ടണമാണ്. അതുകൊണ്ടായിരിക്കാം തെലുഗു കണക്ഷൻ ഉള്ളത് കൊണ്ട് ഗൈഡ് ചെയ്യാനൊക്കെ പറ്റും ഉള്ളൊരു, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും എന്തായാലും വിശാഖപട്ടണമാണ് ജ്യോതി ആന്റിയുടെ വീട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജ്യോതി ആന്റിയുടെ നേറ്റീവ് ഹോം ടൗൺ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ വിചാരിക്കുന്നത്, ഇപ്പോൾ തെലുഗുവിൽ പാടുന്നുണ്ട്, എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് തമിഴിൽ പാടി. പക്ഷെ നമുക്ക് മലയാളത്തിൽ അർമാൻ മാലിക്കിനെ കിട്ടുന്നില്ല. ബോളിവുഡിൽ നോക്കണമെങ്കിൽ അർമാൻ മാലിക് തരംഗത്തോട് തരംഗം. അപ്പൊ നോക്കിയപ്പോഴത്തേക്ക് ഇക്ക കൊണ്ടിരുന്നു. എങ്ങനെയാണ് ആ ഒരു എങ്ങനെയാണ് അദ്ദേഹത്തെ ഇന്നാക്കുന്ന പ്രോജക്റ്റിലേക്ക്? അതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ അർജിത്ത് പോലുള്ള ഒരു സിംഗറിനെ ഇപ്പൊ നമ്മൾ ട്രൈ ചെയ്താൽ പോലും പുള്ളിയുടെ ഷെഡ്യൂൾ അല്ലെങ്കിൽ പുള്ളിയുടെ ബിസി സ്കെഡ്യൂൾസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവൈലബിലിറ്റി ഒക്കെ ഭയങ്കര പ്രശ്നം ഉള്ള എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാല്. അപ്പോൾ പിന്നീട് നമ്മൾ ആ ഒരു അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബോളിവുഡിൽ ഒട്ടുമിക്ക കുറെ ആൾക്കാർ കൂടുതലും അർമാൻ മലിക്കിനെ വല്ലാതെ ഫോളോ ചെയ്യും. അർമാൻ മലിക്കിന്റെ പാട്ടുകൾ ഭയങ്കര ഹിറ്റ് ആവുകയും ചെയ്തിരുന്ന ഒരു ടൈമായിരുന്നു 2017 പോലെയുള്ള ഒരു വർഷം എന്ന് പറയുന്നത്. ഞാനപ്പോൾ അർമാനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അർമാനെ ഓക്കെ പറയുന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല. നമ്മൾ വിളിച്ചു, മലയാളത്തിൽ നിന്നാണ് ഒരു കോൾ എന്ന് പറയുമ്പോൾ അർമാൻ വളരെ സന്തോഷത്തോടെ എന്നോട് ഉറപ്പായിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറയുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, എന്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് എന്റെ മദറാണ്, മദറുമായിട്ട് വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അവരോട് സംസാരിക്കുന്നു, ഡേറ്റ് കിട്ടുന്നു, റെക്കോർഡ് ചെയ്യുന്നു. മുംബൈയിലായിരുന്നു റെക്കോർഡിംഗ്. ഓക്കെ. ഇതുപോലെ തന്നെയാണ് നമുക്ക് സോനു നിഗമിനെ, അതായത് ഈ അർമാൻ മാലിക്കിന്റെ കാര്യം പറഞ്ഞല്ലേ, ബോളിവുഡിലും തെലുഗുവിലും എന്ന് പറഞ്ഞ പോലെ കന്നഡയിലും ബോളിവുഡിലും ഹിറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ് സോനു നിഗം. നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മുടെ ഒരു പാട്ട് സോനു നിഗം പാടിയിരുന്നെങ്കിലും ആഗ്രഹിക്കുന്നു, പക്ഷെ വരുന്നില്ല. അവസാനം നോക്കിയപ്പോൾ ഇക്ക കൊണ്ടിരുന്നു സോനു നിഗമിന്. അത് ഇതേപോലെ വരുന്നു. അതെങ്ങനെയാണ് സംഭവിച്ചത്? ചക്രമാവിന്റെ കൊമ്പത്ത് ഞാൻ ഈ 2007 2008 ആ ഒരു സമയത്തൊക്കെ ഈ പല പല വർക്കുകൾക്ക് വേണ്ടിയിട്ട് ഈ സാധന സർഗം, മഹാലക്ഷ്മി അയ്യർ, അങ്ങനെയൊക്കെയുള്ള സിംഗേഴ്സിനെ കൊണ്ട് ഞാൻ പാടിച്ചിട്ടുണ്ട്. അത് മലയാളം വർക്കുകൾ, ഞാൻ ഒരു മ്യൂസിക് പ്രൊഡ്യൂസറായിട്ടാണ് അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ പലപ്പോഴും പാട്ടുകളൊക്കെ എടുക്കാനായിട്ട് എനിക്കാണ് പോകേണ്ടി വരാറുള്ളത് ഈ മുംബൈയിലൊക്കെ. അപ്പം ഈ ഹിന്ദി അത് പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ആ സോങ്സ് ഒക്കെ ഹിന്ദി സോങ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഭാഷ അവർക്കൊരു പ്രശ്നമല്ല. അപ്പൊ ആ ഒരു സമയത്താണ് ഞാൻ ഈ സാധനാജിയുടെ ഒരു സോങ് എടുക്കാൻ വേണ്ടി മുംബൈയിൽ പോയ സമയത്ത്
സോനു നിഗത്തിന്റെ ബാൻഡിലുള്ള പല്ലവ് പാണ്ഡെ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കീബോർഡ് ആർട്ടിസ്റ്റ്, ഞാൻ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിന്റെ മുകളിലത്തെ ഫ്ലോറിലുള്ള ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിച്ചുകൊണ്ടിരുന്നിരുന്നത്. അപ്പം അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നു. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട്, അതായത് ഞാൻ താമസിക്കുന്നില്ലേ, ഞാൻ താമസിച്ചിരുന്ന എൻ്റെ ഫ്രണ്ടിന്റെ അപ്പാർട്ട്മെന്റിലാണ് ഞാൻ വർക്കിന് പോകുമ്പോൾ ഞാൻ താമസിക്കാറുള്ളത്. അപ്പൊ അവനാണ് എൻ്റെ അടുത്ത് പറയുന്നത്, നിനക്കറിയാൻ പാടില്ലേ സോനുജിയുടെ മാനേജർ ഒരു മലയാളിയാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു മലയാളിയായിരുന്നോ, അതാരാണ്? നമുക്കൊന്ന് പിടിക്കണമല്ലോ. അപ്പൊ പുള്ളി പറഞ്ഞു അത് എനിക്ക് സോനുജിയുടെ മാനേജറായിട്ട് എനിക്ക് നല്ലോണം അറിയുന്നതാണ്, പുള്ളിയുടെ പേര് ബെൻ തോമസ് എന്നാണ്, ഞാൻ വേണമെങ്കിൽ നിന്നെ പരിചയപ്പെടുത്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എനിക്ക് പുള്ളിനെ നേരിട്ട് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ സോനു നിഗത്തിനെ കൊണ്ടൊരു പാട്ട് പാടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് എങ്ങനെയാണ് പുള്ളിയുടെ റെമ്യൂണറേഷൻ, പുള്ളിനെ കൊണ്ട് പാടിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ബെന്നെ വിളിച്ചു. അപ്പം ബെൻ എൻ്റെ അടുത്ത് പറഞ്ഞു, സോനു നിഗത്തിന് ഓൾറെഡി സോണി മ്യൂസിക് ഒക്കെ ആയിട്ട് കോൺട്രാക്ട് ഉള്ളത് കാരണം കൊണ്ട് പ്രൈവറ്റ് ആൽബംസിന് വേണ്ടി പാടാൻ പറ്റില്ല, ഇൻഡിപെൻഡന്റ് പാട്ടുകൾ പാടാൻ പറ്റില്ല, ഇൻഡിപെൻഡന്റ് സോങ്സ് ഒരിക്കലും പാടാൻ പറ്റില്ല, പാടുകയാണെങ്കിൽ തന്നെ സോണിയുടെ പറ്റുള്ളൂ. അതെ. അപ്പോൾ അതുകൊണ്ട് ബെൻ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഇത്രയും ഇൻട്രസ്റ്റോടുകൂടി ഒരു കാര്യം ചോദിച്ചതുകൊണ്ടും അത് മാത്രമല്ല എൻ്റെ ബോസ് എൻ്റെ ലാംഗ്വേജിൽ ഒരു പാട്ട് പാടണമെന്ന് എനിക്ക് നല്ല നല്ല ആഗ്രഹമുണ്ട് എന്തായാലും. കാരണം ഞാൻ മലയാളിയാണ്, അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ബോസും മലയാളത്തിൽ ഒരു പാട്ട് പാടിയിരിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ എപ്പോഴെങ്കിലും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു സിനിമ ചെയ്യുന്ന സമയത്താണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, ഞാനത് അറേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 4 വർഷത്തിന് ശേഷമാണ് എനിക്ക് പിന്നീട് അതിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അത് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നു, ഡേറ്റും വളരെ പെട്ടെന്ന് കിട്ടി. അങ്ങനെ അദ്ദേഹത്തിന്റെ സ്വന്തം സ്റ്റുഡിയോ സമർത്ഥ ദീപ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് ആ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്. അതിലെനിക്കൊരു എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ഗൺമാന്റെ പ്രസൻസിൽ ഞാനൊരു പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്. ബോഡി ഗാർഡിന്റെ ഒപ്പം. അതായത് ഈ സോനു നിഗത്തിന്റെ സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഒരു കൺസോൾ കം ബൂത്ത് ആണ്. അതായത് ഒരു ഫ്ലാറ്റ്, അതായത് ഒരു അപ്പാർട്ട്മെന്റ് അവർ അതിന് വേണ്ടി എടുത്തിട്ട് അതിൽ ഒരു റൂംസ് സൗണ്ട് പ്രൂഫ് ചെയ്തിട്ട് പുള്ളിയുടെ പ്രൈവറ്റ് റെക്കോർഡിങ്സ് എല്ലാം, അല്ലെങ്കിൽ പുള്ളിയുടെ മാനേജർ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാർ കൊണ്ടുവരുന്ന വർക്ക്സ് ഒക്കെ അന്ന് എടുത്തിരുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആരൊക്കെയാണോ സ്റ്റുഡിയോയിൽ വരുന്നത് അവർക്ക് എല്ലാവർക്കും ഹെഡ്ഫോൺസ് കൊടുക്കും. ഒരു നമ്മുടെ ഫ്രണ്ടിൽ തന്നെ നിന്നിട്ടാണ് സോനു നിഗം പാടുന്നത്. എല്ലാം ഒരുമിച്ച്. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ റെക്കോർഡിസ്റ്റ് പ്രമോദ് ചന്തോദ്കർ. അതായത് അദ്ദേഹം സോനു നിഗത്തിന്റെ റെക്കോർഡിംഗ് സെഷൻസിലും ഇരിക്കാറുണ്ട്, പിന്നെ ലൈവ് ഷോസിലെല്ലാം തന്നെ ലൈവ് സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് പ്രമോദ് ചന്തോദ്കറാണ് ഇരിക്കാറുള്ളത്. പുള്ളി ഉണ്ടായിരുന്നു, സോനു നിഗം ഉണ്ടായിരുന്നു, പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു, പിന്നെ പുള്ളിയുടെ ഗൺമാൻ ഉണ്ടായിരുന്നു. കാരണം പുള്ളി വലിയൊരു സെലിബ്രിറ്റി ആയത് കാരണം പുള്ളിക്ക് പേഴ്സണൽ ബോഡി ഗാർഡ് ഒക്കെ ഉണ്ടായിരുന്നു, സെക്യൂരിറ്റി ഒക്കെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ പുള്ളിയുടെ ഗൺമാനുമായിട്ടാണ് സോനു നിഗം അന്ന് പാടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിലൊക്കെ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിലൊക്കെ ഒരു സോങ് റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഇങ്ങനെ ഈ ഫോളോ അപ്പ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് 4 വർഷം എടുത്തു ആ പാട്ടിലേക്ക് വരാൻ, സോനു നിഗം വരാൻ വേണ്ടി 4 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ ആലോചിക്കായിരുന്നു, ഇതുപോലെ തന്നെയാണ് പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുള്ളൊരു കഥയാണ്. ശരത്തേട്ടനെ കാണാൻ, ഇപ്പം നമ്മൾ പ്രോഗ്രാമേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ശരത്തേട്ടൻ്റെ പേര് നമ്മൾ എടുത്തു പറയാനാണ് അതിനകത്ത്. രവീന്ദ്രൻ മാഷിന്റെ എത്രയോ പാട്ടുകൾ പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഒരാളാണ് ശരത്തേട്ടൻ. അതുപോലെ സുജിത്ത് എന്ന് പറഞ്ഞ പേരിൽ ദേവസഭാതലൊക്കെ പാടിയപ്പോൾ അത് ശരത്തേട്ടനാണ് നമുക്ക് അറിയ പോലും. അപ്പോൾ അങ്ങനെ ഒരാളെ കാണാനായിട്ട് ഇക്ക നടത്തിയൊരു യാത്രയുണ്ട്. ഇക്ക എൻ്റെ അടുത്ത് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ കുറെ നാൾ കാത്തിരുന്നാണ് ആ യാത്ര നടത്തിയത്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു എന്ന് പറയാം. ഇതിലൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്താണ് ക്ഷണക്കത്ത് എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങുന്നത്. ഈ എൻ്റെ ഒരു 5ാം ക്ലാസ് അല്ലെങ്കിൽ 4ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു 4th സ്റ്റാൻഡേർഡ് 5th സ്റ്റാൻഡേർഡിലൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ വലിയൊരു ഇളയരാജ ഫാനായിരുന്നു. കാരണം അന്നേ തന്നെ ഈ മ്യൂസിക് ഡയറക്ടറുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ പുതിയതായിട്ട് ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുമ്പോഴും എനിക്ക് തോന്നുന്നു എൻ്റെ ഇപ്പോൾ നമ്മളൊരു 1st സ്റ്റാൻഡേർഡ് 2nd സ്റ്റാൻഡേർഡ് 3rd സ്റ്റാൻഡേർഡിൽ നിന്നും പഠിക്കുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു ഇതില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 5th സ്റ്റാൻഡേർഡൊക്കെ മുതൽ ഞാൻ ഇത് നമ്മൾ കുറച്ച് നല്ലോണം നോക്കാറുണ്ട്. ആരാണ് മ്യൂസിക് ഡയറക്ഷൻ, ഈവൻ ലിറിസിസ്റ്റ് നോക്കിയില്ലെങ്കിൽ പോലും
അല്ലെങ്കിൽ അത്ര കാര്യമായിട്ട് നമ്മൾ ഓർമ്മയിൽ പലപ്പോഴും ഇപ്പൊ റേഡിയോയിലൊക്കെ പാട്ടുകളൊക്കെ വരുമ്പോൾ ലിറിസിസ്റ്റിന്റെ പേരും കൂടി ചേർത്ത് പറയാറുള്ളത് കൊണ്ട് നമുക്കത് ഓർമ്മയുണ്ടാവും. പക്ഷേ ലിറിസിസ്റ്റ് ആരാണെന്ന് പർപ്പസ്ഫുള്ളി നോക്കിയില്ലെങ്കിലും മ്യൂസിക് ഡയറക്ടർ ആരാണെന്ന് എപ്പോഴും നോക്കാറുണ്ട്. ഉറപ്പായിട്ട് നമ്മൾ നോക്കിയിരിക്കും. ഉറപ്പായിട്ട് നോക്കിയിട്ടുണ്ടാവും, ഉറപ്പായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്താണ് ശരത് എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ വരുന്നത്, TK രാജീവ് കുമാർ. അദ്ദേഹത്തിന്റെ പ്രത്യേകതയുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 1989 തന്നെയാണ് ചാണക്യൻ എന്ന് പറഞ്ഞ സിനിമ പുറത്തു വരുന്നത്. ഈ ചാണക്യൻ കമലഹാസൻ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. ഒരുപാട് ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ നേടിയിട്ടുള്ള ഒരു സിനിമയാണ്. അതിന്റെ കമേഴ്ഷ്യൽ സക്സസ് എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ആ പടം ആളുകൾ നല്ലോണം ശ്രദ്ധിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ TK രാജീവ് കുമാറിന്റെ അടുത്ത സിനിമ എന്ന് പറയുന്നത് പുതുമുഖങ്ങളെ വെച്ചിട്ടാണ്. സംഗീത സംവിധായകനും പുതിയ ആളാണെന്ന് പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിലെ പാട്ടുകൾ കേൾക്കുന്നു. ക്ഷണക്കത്തിലെ സല്ലാപം കവിതയായി, ആകാശദീപം ഇന്നും ഉണരുമീറ്റമായു, ആ പാട്ട്, ആ നാദം, മംഗളങ്ങളരുളും, സത്യം, ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ കേൾക്കുന്നു. എല്ലാ പാട്ടും സൂപ്പർ ഹിറ്റ് ആയിരുന്നു. എല്ലാ പാട്ടും അന്ന് എങ്ങനെ ആളുകൾ എടുത്തു എന്ന് എനിക്കറിയില്ല, പക്ഷേ സിനിമ അന്ന് ആ പാട്ടുകളൊക്കെ നല്ല രീതിയിൽ തന്നെ ആൾക്കാർ എടുത്തിട്ടുണ്ട്. പാട്ടുകൾ ഹിറ്റായിരുന്നു, പക്ഷെ പടം ഹിറ്റായിരുന്നില്ല. അതാണ് അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഭയങ്കര അടിപൊളി പാട്ടാണല്ലോ എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കുന്നു. ഞാൻ വീണ്ടും 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ വീണ്ടും അടുത്തൊരു സിനിമ വരുന്നു, ഒറ്റയാൾ പട്ടാളം. അപ്പൊ അതില് ആ സിനിമയൊക്കെ ഞാൻ അന്നത്തെ ഓണക്കാലത്ത് ഞാൻ കിലുക്കത്തിന് ടിക്കറ്റ് കിട്ടാതെ കയറി കണ്ടിട്ടുള്ള സിനിമയാണ്. അതായത് കിലുക്കം ആ സമയത്തൊക്കെ തിയേറ്ററിൽ പോയി ടിക്കറ്റ് കിട്ടണമെങ്കിൽ തന്നെ ഭയങ്കര പണിയാണ്, അറിയാലോ. ഒരു സമയത്ത് കിലുക്കത്തിന് കാണാൻ പോയിട്ട് ടിക്കറ്റ് കിട്ടാതെ നേരെ കയറിയത് ഒറ്റയാൾ പട്ടാളത്തിനായിരുന്നു ആ സമയത്ത്. അപ്പൊ അതില് നമ്മൾ കേൾക്കുന്നുണ്ട്, പല പാട്ടും കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് മായാമഞ്ചലിൽ എന്ന് പറയുന്ന പാട്ട് വളരെയധികം പോപ്പുലറായി. പിന്നീട് എന്താ പറയുന്നത്, ഒരു കുറച്ച് നാളും കൂടി കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് മാലയം മാറോടലിഞ്ഞു, ആ പാട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തുടക്കം വരി എനിക്ക് കിട്ടിയില്ല. മാലയം ആ പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു പാട്ടിന്റെ മെലഡി മാത്രമല്ല അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മൊത്തം ഒരു സൗണ്ട് സ്കേപ്പ് തന്നെ വേറെ. ഭയങ്കര എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള എന്താ പറയുന്നത് മ്യൂസിക് പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ അത് മൊത്തത്തിൽ അതിന്റെ ഒരു മ്യൂസിക് അതിന്റെ ഒരു ഓർക്കസ്ട്രേഷനും പാട്ടും കൂടി അടക്കം കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത എന്താ പറയുന്നത്, അന്നത്തെ കാലത്ത് AR റഹ്മാന്റെ ഒക്കെ പടങ്ങളിലെ പാട്ടുകളൊക്കെ കേൾക്കുന്ന അങ്ങനത്തെ ഒക്കെ ഒരു മൂഡ് നമുക്ക് പലപ്പോഴും അത് കേൾക്കുമ്പോൾ തോന്നുമായിരുന്നു. സത്യം. അപ്പം അത് എനിക്ക് തോന്നുന്നു 95 തോന്നുന്നു തച്ചോളി വർഗീസ് ചേകവർ ഇറങ്ങുന്നത്. അപ്പൊ അപ്പോഴൊന്നും നമുക്കിത് എന്താണ് ഇത് കേട്ട് നമ്മളിങ്ങനെ അടിപൊളിയാണല്ലോ എന്നിങ്ങനെ. പിന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി നോക്കുമായിരുന്നു എന്ന് വെച്ചാല്, അന്നത്തെ ഏറ്റവും കൂടുതൽ ഡിഫറെന്റ് ആയിട്ടുള്ള സൗണ്ടിങ്ങിൽ പാട്ട് പുറത്തു വിട്ടുകൊണ്ടിരുന്നത് AR റഹ്മാനായിരുന്നു. അപ്പോൾ സിമിലർ കൈൻഡ് ഓഫ് ഒരു അങ്ങനത്തെ ഒരു സ്റ്റൈലിഷ് ഓർക്കസ്ട്രേഷനും പരിപാടികളൊക്കെ ഉള്ള പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു എഞ്ചിനീയറിംഗ് സൈഡും ഈ ടെക്നോളജി വൈസും ഭയങ്കര അപ്ഗ്രേഡഡ് ആയിരിക്കും ഓരോ പാട്ട് വരുമ്പോഴും. അതെ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ ആരായിരിക്കും ചെയ്തിട്ടുള്ളത്, എന്താണ് ഇതിന്റെ പുറകിലുള്ള പരിപാടി എന്നൊക്കെ അങ്ങനെ പറയുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫാമിലി ഫ്രണ്ടായിരുന്നു TK രാജീവ് കുമാർ അങ്കിളിന്റെ ഫാമിലി. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പുള്ളി എന്നെക്കാളും നല്ല സീനിയർ ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചേട്ടാന്ന് വിളിക്കാറുള്ളതാണ്. ഇപ്പോൾ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ജയദീപേട്ടൻ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ എന്തായാലും ട്രിവാൻഡ്രത്തേക്ക് പോകുന്നുണ്ട്, അവിടെ രാജീവ് ഉണ്ട്, അപ്പോൾ അവിടെ പുള്ളിയുടെ പുതിയ പടത്തിന്റെ പ്രോഗ്രാമിംഗ് റീ റെക്കോർഡിങ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ നടക്കുന്നുണ്ട്, അപ്പോൾ വരുന്നുണ്ടെങ്കിൽ കൂടെ വാ, നമുക്ക് ശരത്തിനെ മീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഞാനിതാ പറഞ്ഞു, ഇത് ഇക്കത്രയും നാളായിട്ട് കാണാനും അടുത്ത് ഒന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ നേരിട്ട് കാണാൻ പോകുന്ന ഒരു കാത്തിരിപ്പുണ്ടല്ലോ. അതെ. അപ്പൊ നേരെ ചേട്ടന്റെ കൂടെ നേരെ പോകുന്നു ട്രിവാൻഡ്രത്ത്. ആദ്യം ചെല്ലുന്നത് TK രാജീവ് കുമാർ, രാജീവ് അങ്കിളിന്റെ വീട്ടിലാണ് പോകുന്നത്. അപ്പൊ രാജീവ് അങ്കിൾ പറഞ്ഞു, ശരത്ത് ഇപ്പൊ ഇവിടെ സ്ഥലത്തില്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോർ കംപ്ലീറ്റ് ചെയ്തിട്ട് കൊല്ലത്ത് പോയിരിക്കുകയാണ്, വരുമ്പോ കുറച്ച് ലേറ്റ് ആവും എന്ന് പറഞ്ഞു. അപ്പൊ ഞാനാകെ കുറച്ച് വിഷമത്തിലായി. കാരണം വെച്ചാൽ നമ്മൾ ശരത്തേട്ടനെ കാണണം എന്നുള്ള വലിയ ആഗ്രഹത്തിന്റെ പുറത്ത് വന്നതല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാലും ഓക്കെ. അപ്പോഴാണ് ഞാൻ ഈ പാട്ടിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നത്, ഈ തച്ചോളി വർഗീസ് ചേകവർ. അപ്പോൾ അതിനെ കുറിച്ചൊക്കെ ഞാൻ രാജീവ് അങ്കിളിന്റെ അടുത്ത് ചോദിക്കുന്നത്, കാരണം അദ്ദേഹത്തിന്റെ പടത്തിലെ പാട്ടാണല്ലോ അത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു അതില് പെർക്കഷൻ സൈഡൊക്കെ ശിവമണി ചെയ്തിട്ടുണ്ടായിരുന്നു, മറ്റുള്ള കാര്യങ്ങളൊക്കെ ശരത്തിനാണ് കൂടുതൽ പറയാൻ പറ്റുന്നതെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ എന്തായാലും കാണാൻ പറ്റില്ല, പിന്നെ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് വരണമല്ലോ. ആ രീതിയിൽ നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് തിരിച്ചു.
കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേക്കും ആ. രാജീവ് അങ്കിൾ വീണ്ടും വിളിച്ചു എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അധികം ദൂരം പോയിട്ടില്ലെങ്കിൽ ശരത്ത് വന്നിട്ടുണ്ട്, ആ. നിങ്ങൾക്ക് തിരിച്ചു വന്ന് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കണ്ടിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. അടിപൊളി. അങ്ങനെയാണ് വീണ്ടും വണ്ടി തിരിച്ചെടുത്ത് ശരത്തേട്ടനെ കാണാൻ വരുന്നത്. അങ്ങനെ ശരത്തേട്ടൻ ശേഷം എന്ന് പറഞ്ഞ പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള അപ്പാർട്ട്മെന്റിലാണ് ശരത്തേട്ടൻ ആ സമയത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ ഭയങ്കര സന്തോഷം എനിക്ക്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ശരത്തേട്ടനെ ഒരു മ്യൂസിക് ഡയറക്ടറിനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയല്ലോ എന്താണെന്നുണ്ടെങ്കിൽ. അപ്പൊ പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ നേരത്തെ എൻ്റെ പല പല രീതിയിലുള്ള ക്യൂരിയസ് ചൈൽഡിഷ് ക്വസ്റ്റ്യൻസ് ഒക്കെ ശരത്തേട്ടനോട് ചോദിക്കാൻ തുടങ്ങി. അപ്പൊ ആ കൂട്ടത്തില് ഈ മാലയത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് ചോദിച്ചത് ശരത്തേട്ടൻ ആ പാട്ട് കേൾക്കുമ്പോൾ പലപ്പോഴും ഈ ചെന്നൈയിൽ നിന്നൊക്കെ വരുന്ന പാട്ടുകളുടെ ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ. അപ്പോൾ ശരത്തേട്ടൻ്റെ ഒരു തമാശ കലർന്ന രീതിയിൽ അത് ഞങ്ങളെല്ലാവരും ചെന്നൈയിൽ തന്നെയല്ലേ ഉള്ളത്. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, ശരിക്കും പറഞ്ഞാൽ ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു റഹ്മാൻ സാറിൻ്റെ ഒക്കെ പാട്ടിൻ്റെ ഒരു ഓർക്കസ്ട്രേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സൗണ്ടിങ് ഒക്കെ ആ പാട്ടിൽ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു അതിൻ്റെ പെർക്കഷൻ സൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ശിവമണി സാറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കീബോർഡ് സൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് മണിശർമ്മ എന്ന് പറയുന്ന പ്രോഗ്രാമർ ആണ് ചെയ്തിട്ടുള്ളത്. മണിശർമ്മയെ കുറിച്ച് കൂടുതലായിട്ട് ഒന്നും കൂടി വേണമെങ്കിൽ പറഞ്ഞുതരാം. നിങ്ങൾ ഭീമയുടെ അവളുടെ മനമാകെ അതൊക്കെ മണിശർമ്മ ചെയ്തിട്ടുള്ള ജിങ്കിളാണ് എന്നൊക്കെ പറയുന്നു. സിനിമയുടെ പറയണെങ്കിൽ ഇപ്പൊ ഷാജഹാൻ പോക്കിരി അല്ലെ? അതെ അതെ. പക്ഷെ അന്ന് ഷാജഹാനും പോക്കിരി ഒന്നും നമ്മളെ കേൾക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു, കേൾക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പൊ പിന്നീടാണ് ഷാജഹാനൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മളിതൊക്കെ ശ്രദ്ധിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ആ ഒരു ടൈമിൽ തന്നെയാണ് ഞാൻ ഔസേപ്പച്ചൻ സാറിനെയും ഒക്കെ മീറ്റ് ചെയ്യുന്നത്. അപ്പൊ സാറിനോടും ഞാൻ ചോദിക്കുന്നത്, സാറിന്റെ അറേബ്യ മുതലുള്ള പല പാട്ടുകളൊക്കെ കേൾക്കുന്ന സമയത്ത് പലപ്പോഴും എന്താ പറയുന്നത്, റഹ്മാൻ സാറിൻ്റെ ഒക്കെ ഒരു പാട്ടിലൊക്കെ ചില ഓർക്കസ്ട്രേഷൻ കൈൻഡ് ഓഫ് രീതികളൊക്കെ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. എന്താണ് അതിൻ്റെ പുറകിലുള്ള രഹസ്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ സാറെന്ന് പറയുമായിരുന്നു, അത് ജയരാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഹാരിസ് ജയരാജ് ആണ് പ്രോഗ്രാമർ. പല പ്രോഗ്രാമേഴ്സ് എനിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. മണിശർമ്മ വർക്ക് ചെയ്തിട്ടുണ്ട്, ഹാരിസ് ജയരാജ് വർക്ക് ചെയ്തിട്ടുണ്ട്, രാജു എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമർ ഉണ്ട്, ജോഷ്വ ശ്രീധർ വർക്ക് ചെയ്തിട്ടുണ്ട്. ജോഷ്വ ശ്രീധർ ആണ് പിന്നീട് കീർത്തി ചക്രയുടെ മ്യൂസിക് ഡയറക്ടർ. അപ്പൊ എന്ന് പറയുമ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഔസേപ്പച്ചൻ സാർ ഈ പേരുകളൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത് തന്നെ. മനസ്സിലായി. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, അതായത് ഈ ഇപ്പൊ സൗണ്ടിങ്ങിന് വരെയുള്ള നമ്മൾ സൗണ്ട്സ്കേപ്പിന് വരെയുള്ള നമ്മൾ പറഞ്ഞത്, സൗണ്ട്സ്കേപ്പ് ഭയങ്കര കാര്യമായിട്ട് ശ്രദ്ധിക്കുന്ന മറ്റൊരു കിടിലൻ തലയാണ് ഔസേപ്പച്ചൻ സാറ്. ഇപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞപ്പോഴത്തേക്ക് കൊണ്ടുവന്ന ചന്ദാമാമയുടെ ഒക്കെ പ്രോഗ്രാമർ ഹാരിസ് ജയരാജ് അല്ലേ? തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഓ പ്രിയ എന്ന് പറഞ്ഞ പാട്ടില്ലേ, അതിലാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. കാരണം ആ സമയത്ത് അനിയത്തിപ്രാവ് എന്ന് പറഞ്ഞ പടത്തിലെ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് സൗണ്ടിങ്ങിൽ വലിയൊരു രീതിയിലുള്ള ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് ഔസേപ്പച്ചൻ സാറിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഞാൻ ആദ്യമായിട്ട് സംസാരിക്കുന്നത്, കാരണം ഫാസിൽ അങ്കിൾ എൻ്റെ ഒരു റിലേറ്റീവ് ആയതുകൊണ്ട് ഞാൻ അതിലെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് അറിയുമോ സേതു? അതായത് എൻ്റെ കസിൻ മാരി ചെയ്തിട്ടുള്ളത് ഫാസിൽ അങ്കിളുടെ ബ്രദറിന്റെ മോളെയാണ്. ഈ കല്യാണം നടക്കുന്നത് 99-ലാണ്, 1999. ഇതിൽ മെറിഡിയനിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ നടക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് ഫാസിൽ അങ്കിളിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഈ കണ്ട വഴിക്ക് തന്നെ ഞാൻ ചോദിച്ചത്, അങ്കിളുടെ അടുത്ത് ചോദിച്ചത്, ഈ അനിയത്തിപ്രാവിലെ പാട്ടുകളൊക്കെ അങ്കിളുടെ ഇതിനു മുമ്പുള്ള പടത്തിലെ ഓർക്കസ്ട്രേഷനുമായിട്ട് ഭയങ്കര വ്യത്യാസമുള്ള സൗണ്ടിങ് ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. എന്താണ് അതിന്റെ പുറകിലുള്ള കാരണം? ഇനിയിപ്പം ഈവൻ ഔസേപ്പച്ചൻ സാറിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പോലും സാറിന്റെ ഒരു 80s തുടക്കത്തിലൊക്കെ ഉള്ള അല്ലെങ്കിൽ 1986, 87 കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ 88 ഉള്ള പാട്ടുകൾ പോലെ അല്ല ഈ അനിയത്തിപ്രാവിലെ സോങ് സൗണ്ട് ചെയ്യുന്നത്. സത്യം. എന്താണ് ഇതിന്റെ ഒരു കാരണം ആണ് ഞാൻ ആ ലഞ്ച് ടൈം ഉണ്ടല്ലോ, ആ ഒരു സമയത്താണ് ഞാൻ മീറ്റ് ചെയ്യുന്നത്, ചോദിക്കുന്നത്. അപ്പോഴാണ് ഫാസിൽ അങ്കിൾ പറഞ്ഞത്, ഔസേപ്പച്ചൻ സാറിന്റെ കൂടെ അസിസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ ഒരു കീബോർഡ് പ്രോഗ്രാമർ ആയിട്ടുള്ള ഒരാളുണ്ട്, അയാളുടെ പേര് ജയരാജ് എന്നാണ്. അന്ന് ഹാരിസ് ജയരാജ് എന്ന് പോലും അങ്കിൾ പറയുന്നില്ല, മനസ്സിലായില്ലേ? അന്ന് മിന്നലെ ഒട്ടും ഇറങ്ങിയിട്ടുമില്ല. ജയരാജ് എന്ന് പറയുന്ന ഒരാളുണ്ട്. പിന്നെ ഗോപി സുന്ദർ എന്ന് പറയുന്ന ഒരു ആള് കൂടെ ഫുൾ ടൈം ആയിട്ട് സാറിന്റെ കൂടെ ഉണ്ട് എന്ന് എൻ്റെ അടുത്ത് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ രണ്ടുപേരുടെ പേര് ആദ്യമായിട്ട് ഫാസിൽ അങ്കിൾ പറഞ്ഞിട്ടാണ് ആദ്യമായിട്ട് കേൾക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്കിളിനെ ഞാൻ വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ആ ഒരു ടച്ച് ഞാൻ എപ്പോഴും കീപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഔസേപ്പച്ചൻ സാറിനെ ഒന്ന് കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു ദിവസം അങ്കിൾ എന്നെ വിളിച്ചു.
പറഞ്ഞു എൻ്റെ വീട് അപ്പൂൻ്റെ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ലാൽ മീഡിയയിൽ ഔസേപ്പച്ചൻ സാറും വന്നിട്ടുണ്ട്, അപ്പോൾ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയി കണ്ടോ, പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞിട്ട് വന്നാന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ലാൽ മീഡിയയിൽ ചെല്ലുന്നു, ഔസേപ്പച്ചൻ സാറിനെ കാണുന്നു. സാർ എന്നെ സ്റ്റുഡിയോയുടെ ഉള്ളിലോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ വെച്ചിട്ടാണ് ഗോപിനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അടിപൊളി. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അന്ന് ഈ ഭയങ്കര ക്രേസി ആയിട്ടാണ് നമ്മൾ ഈ കീബോർഡ് പ്രോഗ്രാമിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത്. ഭയങ്കര ആവേശമുള്ള എന്തായി സംഭവിക്കുന്നത് അല്ലേ. അന്നാണ് ഗോപി ഒരു E4XT അൾട്ര എന്ന് പറഞ്ഞൊരു EMUവിന്റെ സാമ്പിളറിൽ ഈ സൗണ്ട് ലൈബ്രറീസ് ഒക്കെ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അടിപൊളി. അപ്പോൾ ഗോപിയാണ് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 9-10 സാമ്പിൾ സൗണ്ട് ലൈബ്രറീസ് ഉള്ള ഡിസ്ക് ആദ്യമായിട്ട് ഗോപിയാണ് എനിക്ക് തരുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം അങ്ങനെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതും കഴിഞ്ഞിട്ട് കുറച്ച് നാളും കൂടി എനിക്ക് തോന്നുന്നു ഒരു 2-3 വർഷം കൂടി കഴിഞ്ഞപ്പോഴാണ് ഗോപി വളരെ റെഗുലറായിട്ട്, ഇൻഡിപെൻഡൻ്റ് ആവുന്ന 2 വർഷം കൂടി കഴിഞ്ഞിട്ടാണ് റെഗുലറായിട്ട് അലക്സ് പോൾ, അൽഫോൺസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള മലയാളത്തിലെ പല മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ വർക്കുകളിലും റെഗുലറായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് വേണ്ടിയിട്ട് ഗോപി മദ്രാസിൽ നിന്ന് കൂടെ വരാൻ തുടങ്ങിയത്. പക്ഷെ ഞാൻ പരിചയപ്പെടുന്ന ഒരു സമയം എന്ന് പറയുന്നത് എനിക്ക് 2001-2002 കാലഘട്ടമാണ്. ആ സമയത്ത് ഗോപിനെ അധികം ആൾക്കാർക്ക് കൂടെ പരിചയം ഉണ്ടായിരുന്നില്ല. അന്ന് ഔസേപ്പച്ചൻ സാറിന്റെ കൂടെ ഉണ്ടായതുകൊണ്ട് മാത്രം എനിക്ക് ഗോപിനെ മീറ്റ് ചെയ്യാൻ പറ്റിയതാണെന്ന് പറഞ്ഞത്. ഞാനിങ്ങനെ ആലോചിക്കുന്നു എനിക്ക് എന്തൊക്കെ ഇൻഫോർമേഷൻ ആണ്. ഇപ്പൊ എനിക്കറിയില്ലായിരുന്നു കേട്ടോ, ആക്ച്വലി അൽഫോൺസ് ചേട്ടന് വേണ്ടി ഗോപി ചേട്ടൻ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. തീർച്ചയായിട്ടും അല്ല, ഞാൻ പറഞ്ഞത് എന്നെ പോലെയുള്ള ഒരാൾക്ക് ഇതൊക്കെ ഭയങ്കര പുതിയ ഇൻഫർമേഷൻ ആണെന്ന് പറയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ സംസാരിച്ചു തുടങ്ങിയത് ഒരു കാത്തിരിപ്പിന്റെ കഥ പറഞ്ഞാണല്ലോ. അതായത് ശരത് സാറിനെ കാണാൻ വേണ്ടി കാത്തിരുന്ന ഒരു കുട്ടി അഫ്സലിൽ നിന്നും ആ ഒരു ആഗ്രഹം സഫലമാവുന്ന ടൈം മുതൽ അതിൽ നിന്ന് ഔസേപ്പച്ചൻ സാറിലേക്കൊക്കെ നമ്മൾ വന്നല്ലോ. ഇതിൻ്റെ ഇടയിൽ പറഞ്ഞ എല്ലാ പേരുകളും, ഇപ്പോൾ മണിശർമ്മ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗോപി സുന്ദർ ആയിക്കോട്ടെ, ഹാരിസ് ജയരാജ് ആയിക്കോട്ടെ, ജോഷുവ ശ്രീധർ ആയിക്കോട്ടെ, ഇവരൊക്കെ എന്താ പറയുക പിന്നീട് വളരെ പോപ്പുലർ ആയിട്ടുള്ള സംഗീത സംവിധായകരായി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അത് ഡിസേർവ് ചെയ്യുന്ന ആളുകളായിരുന്നു അവർ, അതുകൊണ്ടാണല്ലോ അവർ അങ്ങനെ ആയി മാറിയത്. എന്താണെന്നുണ്ടെങ്കിൽ അന്നത്തെ പ്രോഗ്രാമിംഗ് പുലികൾ ഇന്നത്തെ കമ്പോസർ പുലികളായി മാറി അല്ലെ. ഇക്ക ഇപ്പൊ കാത്തിരിപ്പിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇക്ക വളരെ ഇഷ്ടപ്പെട്ടൊരു ഡയറക്ടറാണ് ലാൽ ജോസ് ഏട്ടൻ എന്ന് ഇക്ക പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല ലാൽ ജോസ് ഏട്ടനെ വളരെ കാര്യമായിട്ട് ഇപ്പൊ ഇക്കയുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഇക്ക സംഗീതം മാത്രമല്ല ഫോളോ ചെയ്യുന്നത്, ഇക്കായി ഞാനും കൂടി സിനിമ സംസാരങ്ങൾ പലപ്പോഴും നടന്നിട്ടുണ്ട്. അപ്പൊ ഈ ലാൽ ജോസ് ഏട്ടന്റെ വലിയൊരു ആരാധകൻ കൂടിയാണ്, അല്ലെങ്കിൽ ലാൽ ജോസ് സാറിന്റെ വലിയ ആരാധകൻ കൂടിയാണ് ഇക്ക. അപ്പൊ ഇമ്മാനുവലിലേക്ക് വരുന്ന ആ ഒരു വരവുണ്ടല്ലോ, അപ്പൊ അതിനെ കുറിച്ച് പറയുമ്പോൾ എന്നെ ഒരു ഒറ്റ വാക്കിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈഫിൽ അങ്ങനെ ഒരിക്കലും ഇപ്പം എൻ്റെ പാരൻസ് അല്ലെങ്കിൽ എൻ്റെ സിബ്ലിങ് അപ്പോൾ അതൊക്കെ വെച്ചാൽ അതൊന്നും തീർച്ചയായിട്ടും അവരൊക്കെയാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ലൈഫിനോട് ഏറ്റവും കൂടുതൽ ആരാണ് ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ലൈഫിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, അത് ലാൽ ജോസ് ചേട്ടനാണ്. ഞാൻ ചേട്ടനെ പരിചയപ്പെടുന്നത് 2004 മെറിഡിയനിൽ, അവിടുത്തെ മെറിഡിയൻ കൺവെൻഷണൽ സെന്ററിൽ മ്യൂസിക് ഫോർ ദ ഹാർട്ട് എന്ന് പറഞ്ഞിട്ട് വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഫണ്ട് റൈസിങ് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അതിൻ്റെ കോർഡിനേഷനിലൊക്കെ അത് കോർഡിനേറ്റ് ചെയ്യാനൊക്കെ നിന്നിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഒരുമാതിരിപ്പെട്ട അന്നത്തെ പോപ്പുലർ ആയിട്ടുള്ള എല്ലാ സിംഗേഴ്സും ആ പ്രോഗ്രാമിലുണ്ടായിരുന്നു. അതായത് കാർത്തിക്, സുനിത സാരഥി, ശ്രീനിയേട്ടൻ, സുജാത ചേച്ചി, ജ്യോത്സ്ന, പിന്നെ വേണുവേട്ടൻ, ജോർജ് പീറ്റർ, അതായത് ഒരുമാതിരിപ്പെട്ട പോപ്പുലർ ആയിട്ടുള്ള എല്ലാ ആൾക്കാരും, രാധിക തിലക്, സുരേഷ് ഏട്ടൻ ഉണ്ടായിരുന്നു. അതായത് സുരേഷ് ഏട്ടനാണ് അതിൽ പ്രോഗ്രാം ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സുരേഷ് ഏട്ടനൊക്കെ പാടാനുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അങ്ങനെയാണ് ഞാൻ സുരേഷ് ഏട്ടനെ അവിടെ വെച്ച് പരിചയപ്പെടുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഈ പ്രോഗ്രാം, ഈ സ്റ്റേജ് ഷോ ഡയറക്റ്റ് ചെയ്തിരുന്നത് ലാലുവേട്ടനാണ്. അപ്പോൾ അതിന് ഒരു ടൈറ്റിൽ സോങ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ഉള്ള ഡിസ്കഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ലാലുവേട്ടൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് ലാലുവേട്ടനായിട്ട് വളരെ നല്ലൊരു ബന്ധം എനിക്ക് ഉണ്ടാവുന്നത്. അന്നേ തന്നെ ലാലുവേട്ടനോട് പറഞ്ഞിരുന്നു, നീ എപ്പോഴും എന്നൊന്നും എന്നോട് ചോദിക്കരുത്, ഏത് വർഷം, ഏത് ദിവസം, ഏത് സമയം, ഇതൊന്നും ചോദിക്കാൻ നിൽക്കരുത്. പക്ഷേ ഞാൻ നിന്നെക്കൂടെ തീർച്ചയായിട്ടും ഒരു സിനിമയ്ക്ക് വേണ്ടി സംഗീത സംവിധാനം ചെയ്യിപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞു. 2004 പറഞ്ഞത്. 8 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞാൽ ലാലുവേട്ടൻ എന്നെ മ്യൂസിക് ചെയ്യിക്കാൻ പ്ലാൻ ചെയ്തിരുന്നത്
അയാളും ഞാനും തമ്മിൽ എന്ന് പറഞ്ഞ സിനിമയിലാണ്. അത് ഔസേപ്പച്ചൻ സാർ അത് ഔസേപ്പച്ചൻ സാറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ലാലേട്ടൻ പറഞ്ഞു, എടാ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള പ്രേം പ്രകാശ് അങ്കിളും ഔസേപ്പച്ചൻ സാറായിട്ട് വളരെ നാളുകളത്തെ റിലേഷൻഷിപ്പ് ഉള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നിന്റെ പേര് പറയുമ്പോൾ അവരെ നിർബന്ധിക്കുന്നത് പോലത്തെ ഒരു അവസ്ഥയായിട്ട് ഇത് മാറും. അത് മനസ്സിലായി. അതൊന്നും വേണ്ട. നമുക്ക് എൻ്റെ അടുത്ത പടം എന്ന് പറയുന്നത് മമ്മൂട്ടി സിനിമയാണ്, ഇമ്മാനുവൽ സിനിമ. അത് ആ പടം എന്ന് പറഞ്ഞാൽ മമ്മൂക്കായിട്ട് ഇക്കാടെ ഒരു റീയൂണിയൻ കൂടിയായിരുന്നു. അതെ തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ നോക്കുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ അടുത്ത പടത്തിൽ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ വീണ്ടും ഒരു മമ്മൂക്ക പടം. അത് മാത്രമല്ല, അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാൽ ജോസ്, മമ്മൂട്ടി, ഫഹദ് ഫാസിൽ കോംബോ അങ്ങനെയുള്ള ഒരു പടമാണ്. സത്യം. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കത് മതി കേട്ടോ, അതാണ് എനിക്ക് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്ന പടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ അത് എനിക്ക് തന്നാൽ മതി എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അയാൾ ഞാൻ തമ്മിലുള്ള റിലീസിന് ശേഷം ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഇമ്മാനുവലിന്റെ കമ്പോസിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ. ലാലേട്ടൻ എന്നെ കുറിച്ച് ആസ് എ ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, ചേട്ടൻ ഒരാളോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കീപ്പ് ചെയ്യുന്നൊരു വ്യക്തി ആണ്. അതെന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും, മനസ്സിലായില്ലേ? അപ്പൊ അത് നമുക്ക് നമ്മൾ ഈ സിനിമ അല്ലെങ്കിൽ ടാലന്റ് എന്നുള്ളതിനൊക്കെ ഉപരിയായിട്ട് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, ഒരു ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിൽ ഒരുപാട് എന്താ പറയുന്നത്, ഇപ്പൊ എന്നോടൊക്കെ വേറെയും സിനിമകളിൽ നിന്നൊക്കെ എനിക്ക് നമുക്ക് ഭാവിയിൽ ഒരു വർക്ക് ചെയ്യണം എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും പലപ്പോഴും പ്രാവർത്തികമായിട്ട് മാറിയിട്ടില്ല, മനസ്സിലായില്ലേ? സോ അങ്ങനെ പറയുമ്പോഴത്തേക്കും ലാലേട്ടൻ എന്നോട് എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് അതേപോലെ തന്നെ ലാലേട്ടൻ ചെയ്തിട്ടുള്ള ഒരാളെ കൂടിയായിരുന്നു പറഞ്ഞത്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മളിപ്പോൾ ഒരു പല കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഡിസിഷൻ മേക്കിങ്ങിന്റെ ഒക്കെ ആവശ്യം വരുമ്പോൾ ഞാൻ പലപ്പോഴും കൺഫ്യൂഷനൊക്കെ വരുമ്പോൾ ചേട്ടനോട് ഞാൻ അഡ്വൈസ് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പൊ വളരെ മെച്യൂർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഏതാണ് ഏറ്റവും നന്നാകുന്നത് എന്നുള്ളൊരു ഉത്തരവായിരിക്കും ചേട്ടൻ്റെ അടുത്ത് എനിക്ക് കിട്ടാറുള്ളത്. ഇപ്പൊ അതിനകത്ത് മാനത്തുദിച്ച എന്നുള്ള പാട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നജീമിക്ക ഉണ്ട് ആ പാട്ടിനകത്ത്. ഒപ്പം തന്നെ ഒരു മറുനാടൻ പാട്ടുകാരിനകത്ത് സപ്തവർണ്ണ ചക്രവർത്തി ആ പാട്ടിലുണ്ട്. പിന്നെ സപ്തവർണ്ണ ചക്രവർത്തി എനിക്ക് തോന്നുന്നത് മലയാളികൾക്ക് ഇപ്പോൾ ഒരു മറ്റൊരു മലയാളി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? അതെ, അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം സപ്തയെ മാരി ചെയ്തിട്ടുള്ളത് ഒരു മലയാളി തന്നെയാണ്. ഒരുപാട് മലയാളം പാട്ടുകൾ പാടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പിന്നീട് മറ്റേ സപ്തമശ്രീ തസ്കര എന്ന് പറഞ്ഞ പടത്തിലൊക്കെ സപ്ത പാടിയിട്ടുണ്ട്. റെക്സേട്ടന്റെ പാട്ട് പാടിയിട്ടുണ്ട്. അതെ. അപ്പോ എങ്ങനെയായിരുന്നു അതിനകത്തുള്ള പാട്ടുകളെ എങ്ങനെയായിരുന്നു റെക്കോർഡിങ് സംഭവിക്കുന്നത്? എങ്ങനത്തെ പാട്ടുകൾ? ഇപ്പോൾ മാനത്തുദിച്ചത് ആ സമയത്ത് ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. നജീമുമായിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ടായത് കാരണം കൊണ്ട് ഞാൻ നജീമിനെ കൂടെ നമുക്കൊരു പാട്ട് പാടിക്കാമല്ലോ ലാലുവേട്ടാന്ന് ഞാൻ ആദ്യമേ തന്നെ ലാലുവേട്ടനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ നജീബിന്റെ കൂടെ ഒരു റെക്കോർഡിംഗ് സെഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നജീബും കൂടെ പുറത്ത് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി പോകാൻ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ നജീബ് പറഞ്ഞു, എനിക്കൊരു റെക്കോർഡിംഗ് ഉണ്ട്, നമുക്ക് അതും കൂടി തീർത്തിട്ട് നമുക്ക് അതുവഴി അങ്ങോട്ട് പോകാം. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഒരു കാര്യം ചെയ്യും, നീ പാട്, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പുറത്ത് നജീം പാടുന്ന അത്രയും നേരം വെയിറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വന്നിട്ടുണ്ടെന്ന് നജീം എനിക്ക് വേണം ആ വർക്ക് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് അവർ എന്നെ സ്റ്റുഡിയോയുടെ അകത്തേക്ക് ഇൻവൈറ്റ് ചെയ്തു. അപ്പോഴാണ് ഞാനൊരു പാട്ടുകാരിയുടെ പാട്ട് കേൾക്കുന്നത്, നജീമിന്റെ കൂടെ പാടിയിട്ടുള്ളത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതാരാ പാടിയിട്ടുള്ളത്? ഇത് ഇവരുടെ പേര് സപ്തവർണ്ണ ചക്രവർത്തി എന്നാണ്. ഒരു മ്യൂസിക് ലോഞ്ചിലെ സ്റ്റുഡന്റ് ആണ്, സ്റ്റീഫന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ. ആക്ച്വലി ഇവര് മലയാളിയേ അല്ല, ഒരു ബംഗാളിയാണ്, സെറ്റിൽഡ് ഇൻ ആസാമാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് മലയാളം പാടുന്നത് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു വ്യത്യാസം തോന്നുന്നില്ലല്ലോ, പക്കാ മലയാളം, ഡിക്ഷനൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആണല്ലോ. അങ്ങനെയാണ് സപ്തയായിട്ട് കണക്റ്റഡ് ആവുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ പടത്തിന്റെ പാട്ടുകളെല്ലാം റെക്കോർഡിങ് ഈ പറഞ്ഞ പോലെ റിക്വയർമെന്റ്, ഈ മാനത്തുദിച്ചന്റെ റിക്വയർമെന്റ് എങ്ങനെയായിരുന്നു ലാൽ ജോസ് ചേട്ടൻ പറയുന്നത്? എന്ത് തരത്തിലുള്ള പാട്ട് വേണമെന്നായിരുന്നു പറയുന്നത്? അതായത് ഒരു പാട്ട് കേൾക്കുമ്പോൾ ഒരു കുസൃതി അല്ലെങ്കിൽ ഒരു കൗതുകമൊക്കെ തോന്നുന്ന രീതിയിലൊരു പാട്ട് ചെയ്യാനാണ് ലാലുവേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ആദ്യം ചെയ്തത് വേറൊരു പാട്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സോങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടൻ സിറ്റുവേഷൻ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ട് ഞാൻ അത് ചേട്ടനെ കേൾപ്പിക്കാനുള്ള ഒരു പ്രിപ്പറേഷനോട് കൂടിയാണ് അതിന്റെ കമ്പോസിങ് സെഷന് വേണ്ടിയിട്ട് തൃശ്ശൂരേക്ക് ചെല്ലുന്നത്. അപ്പം ഞാൻ ഈ ഒരു സിറ്റുവേഷന് വേണ്ടി ഞാൻ മനസ്സിൽ വെച്ചിട്ടുള്ള പാട്ട് ഞാൻ ആദ്യം ആ ഒരു ട്യൂൺ ഞാൻ ചേട്ടനെ കേൾപ്പിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, എടാ ഇത് ഓക്കെ, അത് നല്ലതാണ്, പക്ഷെ നമുക്ക് കുറച്ചും കൂടി ഒരു പ്ലസന്റ്, കുറച്ചും കൂടി ഒരു കുസൃതി ഒക്കെ തോന്നിക്കത്തക്ക രീതിയിലുള്ള അങ്ങനത്തെ ഒക്കെ ഒരു പാട്ടാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനൊന്ന് ചേട്ടൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞത്. അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ മാനത്തുദിച്ച് കമ്പോസ് ചെയ്യുന്നത്. ചേട്ടൻ അത് കേട്ടപ്പോൾ ചേട്ടൻ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. റഫീഖ് അവിടെ ഉണ്ടായിരുന്നു.
ഇക്ക ഉടനെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ദിവസം കൊണ്ടാണെന്ന് തോന്നുന്നു എൻ്റെ ലിറിക്ക് എഴുതി തീർക്കുന്നത്. അങ്ങനെയാണത് ആ പാട്ടുണ്ടാവണം. ഇക്കയുടെ പാട്ടുകളുടെ തന്നെ മറ്റു കഥകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കയുടെ പാട്ട് ഇപ്പോൾ ദാസേട്ടൻ പാടിയിട്ടുണ്ട് ഇക്കയുടെ പാട്ടുകൾ. തീർച്ചയായും. അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര രസവും അതേപോലെ തന്നെ ഇനിയും ആളുകൾ കേൾക്കണം എന്ന് തോന്നിയിട്ടുള്ള പാട്ട്, അത് ഹിറ്റാണ് ആ പാട്ട്. അത് നമ്മളുടെ ഗോഡ് ഫോർ സെയിലിലെ പാട്ടാണ്, ഇല്ലാത്ത ആലം എന്നുള്ള പാട്ടാണ്. അത് ആ സമയത്ത് ഇറങ്ങിയത് വമ്പൻ ഹിറ്റായ ഒരു പാട്ട് തന്നെയാണ്. എങ്ങനെയായിരുന്നു പി ജയേന്ദ്രൻ എന്നുള്ള ഭാവഗായകനെ കൊണ്ട് ആ പാട്ട് പാടിപ്പിക്കുന്ന പ്രോസസ് എങ്ങനെയാണ്? തീർച്ചയായിട്ടും ആ പാട്ട് ശരിക്കും ഒരു 80s കാലഘട്ടത്തിൽ നടക്കുന്ന വിഷ്വലിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അത് സിനിമയിൽ കാണിക്കുന്നത് 80 കാലഘട്ടങ്ങളിലുള്ള നടക്കുന്ന ഒരു കഥയായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു സോങ് ആയിരുന്നു അതിന് ആവശ്യം ഉണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ ഇല്ലാത്താലം പോലുള്ള ഒരു പാട്ട് കമ്പോസ് ചെയ്തപ്പോൾ ഇതിനകത്ത് ഇത് ആര് പാടുന്നുള്ളതിനെ കുറിച്ച് എനിക്ക് യാതൊരു തർക്കവും ഉണ്ടായിരുന്നില്ല. ജേട്ടനാണ് അതിനെ ഏറ്റവും പറ്റിയാണെന്ന് എനിക്ക് തോന്നിയിരുന്നു എന്തായാലും. പിന്നെ അത് മാത്രമല്ല, ഞാനൊരു ഭയങ്കര വിദ്യാസാഗർ ഫാൻ ആയത് കാരണം കൊണ്ട് ഈ വിദ്യാസാഗർ ജേട്ടൻ കോംബോ കുറെ നല്ല ഹിറ്റ് പാട്ടുകളൊക്കെ പല രീതി, ഇപ്പൊ കണ്ണിൽ കാശി തുമ്പകൾ ആ പാട്ട്, അതുപോലെ തന്നെ പൂവേ പൂവേ പാലപ്പൂവേ രണ്ടാം ഭാവത്തിലെ പാട്ട്, അതുപോലെ പ്രായം തമ്മിൽ, അതുപോലെ വേറെ സിദ്ധാർത്ഥ എന്ന് പറഞ്ഞ ഒരു പടമൊക്കെ വിദ്യാസാഗർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു ചെറിയൊരു സോങ് ഉണ്ട് അതിനകത്ത്, മറ്റേ ഒരു ലല്ലബി പോലത്തെ ഒരു സോങ് ഉണ്ട്. അതൊക്കെ ചേട്ടൻ ഭയങ്കര രസമാണ് കേൾക്കാനായിട്ട്. അപ്പൊ എനിക്കത് ഭയങ്കര ഒരു ഇങ്ങനത്തെ ഒരു പാട്ടുണ്ടാക്കണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ആയിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ ഡയറക്ടർ ബാബു ജനാർദ്ദൻ ചേട്ടൻ, ബാബുവേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു നമുക്ക് ചേട്ടനെ കൊണ്ട് പാടിക്കാം ബാബുവേട്ടാ എന്ന് പറഞ്ഞപ്പോൾ ഞാനെന്താ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞു നിങ്ങളുടെ പടത്തിലാണെങ്കിൽ ഡ്രീംസിന്റെ റൈറ്റർ ബാബുവേട്ടനായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ബാബുവേട്ടൻ അറിയാലോ, ഇപ്പോ ഡ്രീംസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ണിൽ കാശി തുമ്പകൾ പോലുള്ള ഒരു ആ പാട്ടൊക്കെ അത്ര രസമായിട്ടല്ലേ ചേട്ടൻ പാടിയിട്ടുള്ളത്. നമുക്ക് ഇത് ചേട്ടനെ കൊണ്ട് അങ്ങനെ പാടിച്ച എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ ബാബുട്ടൻ പറഞ്ഞത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിക്കോട്ടെ തോന്നി. പിന്നെയാണ് ഇതിൽ ഫീമെയിൽ പോർഷൻ ആര് പാടുന്നു എന്നുള്ളൊരു ഒരു സംസാരം വന്നപ്പോഴത്തേക്കും ഞാൻ ആ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 5 ഒക്കെ നടക്കുന്ന സമയത്താണ് മൃദുല റണ്ണറപ്പ് ആയിരുന്നു. സൂപ്പർ സ്റ്റാറിൽ മൃദുല 2006 പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഗോൾ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് മൃദുല പാടിയിട്ടുണ്ട്. പിന്നെ ഒരു വാക്കും മിണ്ടാതെ ബിഗ് ബിൽ അൽഫോൺസിന് വേണ്ടിയിട്ട് മൃദുല പാടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് മൃദുല പിന്നെ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. പിന്നെ കാണുന്നത് ഈ 2010-11 കാലഘട്ടത്തിലുള്ള ഈ സീസൺ 5 മൃദുലയെ പിന്നെ കാണുന്നത്. അപ്പോൾ ഒരിക്കൽ നമ്മുടെ അൽഫോൺസ് എൻ്റെ മാനേജറുണ്ട് സുജിത്തേട്ടൻ, പുള്ളി ഒരിക്കൽ എൻ്റെ വീട്ടിൽ മൃദുലയും കൂട്ടി വന്നു. മൃദുല എന്നെ എനിക്ക് പരിചയപ്പെടുത്തി. അപ്പം മൃദുലയുടെ പാട്ടൊക്കെ ഞാൻ കേട്ടിട്ടുള്ളതാണല്ലോ, എനിക്കറിയാമല്ലോ വരുന്ന സമയത്ത്. അപ്പം ഞാൻ ബാബുവേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ബാബുവേട്ടൻ ഒരു പുതിയ കുട്ടിയുണ്ട് മൃദുല, ഇതിനുമ്പോൾ സിനിമകളിലൊക്കെ പാടിയിട്ടുണ്ട്, ഗോൾഡിൽ പാടിയിട്ടുണ്ട്, പിന്നെ ഒരു വാക്കും മിണ്ടാതെ ബിഗ് ബിയിൽ പാടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പലരും ചോദിച്ചു ഇങ്ങനെ ഇത് കുട്ടി നമ്പർ ഓഫ് സോങ്സ് ഇപ്പോൾ സിനിമയിൽ പാടിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, പക്ഷേ കൂടുതലും റിയാലിറ്റി ഷോ പോലെയുള്ള പ്രോഗ്രാമിൽ കൂടെയുള്ള ആളുകൾ കൂടുതൽ കണ്ടിട്ടുള്ളത്, നമുക്കത് മതിയോ അതോ കുറച്ചുകൂടി പോപ്പുലർ ആയിട്ടുള്ള ആരെങ്കിലും വിളിക്കണമെന്ന് ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല ചേട്ടാ, ഇപ്പം ഇതിനകത്ത് എന്തായാലും ചേട്ടൻ പാടുന്നുണ്ട്. അപ്പം ഒരു ഫീമെയിൽ സിംഗറും ഇനി ഒരു പോപ്പുലർ ആണോ നമുക്ക് അങ്ങനെ ഒരു വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഈ കുട്ടി വളരെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്, നന്നായി പാടും. അപ്പം ഒരു കാര്യം ചെയ്യാം, നമുക്കത് പാടിക്കാം. പാട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് അത് സ്ട്രെയിറ്റ് ആക്കാം. ഇനി അഥവാ നിങ്ങൾക്ക് അത് പാട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് മറ്റാരെങ്കിലും കുറിച്ച് ആലോചിക്കാമെന്ന് പറയുന്നു. അങ്ങനെ മൃദുലിനെ കൊണ്ട് പാടിക്കുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ആ പാട്ട് ജേട്ടനും മൃദുലയും കൂടെ പാടുന്നതായിട്ട് അങ്ങനെ ലോക്ക് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ. അടിപൊളി. എന്തായാലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇപ്പോൾ ഇക്ക ഒരു പ്രോഗ്രാമറായിട്ട് തുടങ്ങിയ കഥകൾ മുതൽ ഇക്ക എന്നുള്ള സിനിമ ആസ്വാദകൻ, ഇക്ക എന്നുള്ള ഫാനിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, ഇക്ക മ്യൂസിക് ചെയ്ത ഹിറ്റുകളെ കുറിച്ച് സംസാരിച്ചു, അൺഡിസ്കവേർഡ് ഇക്കയുടെ ഹിറ്റ്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പം ഇതൊക്കെ നമ്മൾ എന്താ പറയുക രസമായിട്ട് സംസാരിച്ചു. ഇതിലൊരാളുടെ കാര്യം കൂടി പ്രത്യേകം പറയാൻ വിട്ടുപോയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ രാഹുൽ രാജിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയണം. രാഹുലിൻ്റെ മദർ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ഡെപ്യൂട്ടി രജിസ്ട്രാർ ആയിരുന്നു. എൻ്റെ ഫാദറും അപ്ലൈഡ് കെമിസ്ട്രി ക്യുസാറ്റ് അപ്ലൈഡ് കെമിസ്ട്രിയിലെ പ്രൊഫസറായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ക്യുസാറ്റ് ക്വാർട്ടേഴ്സിൽ അടുത്തടുത്ത ക്വാർട്ടേഴ്സുകളിലാണ് താമസിച്ചിരുന്നത്. ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ സ്റ്റുഡൻറ്, അതായത് ഈ 6th, 7th, 8th സ്റ്റാൻഡേർഡിലൊക്കെ ഒരു പഠിക്കുന്ന കാലത്ത്
ഞങ്ങൾ രണ്ടുപേരുമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പല പല പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ പാട്ടുകളൊക്കെ കേട്ടിട്ട് അവരെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഞാനും രാഹുലൊക്കെ മത്സരിച്ചിട്ടായിരുന്നു കാസറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത്. AR റഹ്മാൻ്റെ ഏത് പാട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ കടയിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ അത് മേടിക്കും. കാരണം ഈവൻ കടക്കാരാണെങ്കിലും നമ്മുടെ അടുത്ത് പറയും AR റഹ്മാൻ്റെ പുതിയ പാട്ട് റിലീസാവുന്നുണ്ട് കേട്ടോ, മിക്കവാറും അടുത്ത ചൊവ്വാഴ്ച അല്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച വരും കാസറ്റ് എന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ ദിവസം എങ്ങനെയെങ്കിലുമൊക്കെ പൈസയൊക്കെ സംഘടിപ്പിച്ച് നമ്മളത് മേടിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ നല്ലോണം ഓർക്കുന്നുണ്ട്. ഇപ്പൊ റോജ ആദ്യമായിട്ട് കേൾക്കുന്നത് അത് നമുക്കൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അടുത്ത സിനിമ മുതൽ ജെന്റിൽമാൻ, തിരുടാ തിരുടാ, പിന്നെ ബോംബെ, അങ്ങനെ പല കാതലൻ, ബോംബെ ഒക്കെ ഇറങ്ങുന്നതിന് മുമ്പ് കാതലൻ, ഇങ്ങനെയുള്ളതൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ മേടിച്ച് കേക്ക് അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ആൾക്കാരായിരുന്നു ഞങ്ങൾ രണ്ടുപേരും എന്ന് പറഞ്ഞത്. അപ്പോൾ രാഹുലിന് എൻ്റെയും ഒരു എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ് രാഹുൽ. അപ്പോൾ അത് നമ്മളിപ്പോഴും ആ റിലേഷൻഷിപ്പ് അതേപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എന്താ പറയുന്നത്, ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ ഒരുപാട് മെമ്മറബിൾ ആയിട്ടുള്ള, പ്രത്യേകിച്ച് ക്യുസാറ്റ് ക്യാമ്പസിലുള്ള മെമ്മറീസും ഉള്ള ആളുകളാണെന്ന് പറഞ്ഞതാണ് എന്തായാലും. അത് മാത്രമല്ല ഇപ്പോൾ പറഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ രാഹുലേട്ടൻ്റെ അമ്മയുടെ സൈഡിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രോത്സാഹനത്തെ കുറിച്ച് എല്ലാ കാലവും പറയാറുള്ളതാണ്. അവർ തമ്മിലുള്ള അടുപ്പവും ഇക്കയുടെ വീട്ടുകാർ അച്ഛനും അമ്മയും തരുന്നൊരു പ്രോത്സാഹനത്തെക്കുറിച്ചും എല്ലാ കാലവും പറയാറുള്ളതാണ്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ഈ ഇത്രയും എന്താ പറയുക നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെയും കൂടി നമ്മൾ ഓർത്തുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡിന് ചെറിയൊരു ഫുൾ സ്റ്റോപ്പ് കൂടി ഇടുകയാണെന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് മാറാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. സെയ്തുവിനും അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ പല ആൾക്കാരുടെ ഇൻ്റർവ്യൂവും വളരെ കാര്യമായിട്ട് വാച്ച് ചെയ്യാറുള്ളതാണ്. ഡീപ് ഡൈവ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഞാൻ വളരെ റെഗുലറായിട്ട് വാച്ച് ചെയ്യാറും അതുപോലെ സെയ്തുവിനോട് എൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞാൻ പലപ്പോഴും അതിനെ പല കാര്യങ്ങളെ കുറിച്ച് പറയുകയും ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രോഗ്രാമിന്റെ തന്നെ ഒരു എന്താ പറയുന്നത് ഒരു ഫാൻ അല്ലെങ്കിൽ എന്താ പറയുന്നത് അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കാരൻ എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ പ്രോഗ്രാം വളരെ വളരെ ശ്രദ്ധാപൂർവം വാച്ച് ചെയ്യുന്ന ഒരാളെന്നുള്ള ഒരു എന്താ പറയുന്നത് അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ വന്നതിൽ ഇവിടെ വരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്.